Opening Hours with MyFin. ഗുഡ് മോർണിംഗ്. ഓപ്പണിംഗ് ഹൗസിൻ്റെ ഒരു പുതിയ സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. ഗുഡ് മോർണിംഗ് സുരേഷ് സർ. ഹാപ്പി മോർണിംഗ് നിഖിൽ. സർ, അതായത് ഇന്ത്യൻ വിപണി പരിശോധിക്കുകയാണെങ്കിലും നിലവിലിപ്പോൾ US വിപണി പരിശോധിക്കുകയാണെങ്കിലും ഒക്കെ തന്നെ ഒരു റേറ്റ് കട്ടിനെ സംബന്ധിച്ചിടത്തോളമുള്ള ചർച്ചകളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ വിപണി പരിശോധിക്കുകയാണെങ്കിൽ അതായത് ഒരു 0.25 എന്ന് പറയുന്ന ഒരു നിരക്കിലുള്ള റേറ്റ് കട്ട് നടത്തിയതിനു ശേഷം അവസാന ദിനം പരിശോധിക്കുകയാണെങ്കിൽ വളരെ പോസിറ്റീവായിട്ടുള്ള സെൻറ്റിമെൻ്റ് ആയിരുന്നു വിപണിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. അതുവരെയുള്ള ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ടോണിൽ നിന്ന് കംപ്ലീറ്റ്ലി മാറുകയും ഏകദേശം ഒരു 0.5% മുകളിലേക്കുള്ളൊരു നേട്ടത്തിലെത്താൻ വേണ്ടിയിട്ടായിരുന്നു നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം, നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം. എസ്പെഷ്യലി അതിൽ എടുത്തു പറയേണ്ടത് ഇൻട്രസ്റ്റ് സെൻട്രിക് ആയിട്ടുള്ള സെക്ടറുകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു പെർഫോമൻസ് ആയിരുന്നു. വളരെ ശക്തമായ രീതിയിലുള്ള ഒരു പെർഫോമൻസ് തന്നെയായിരുന്നു ഇന്ത്യൻ വിപണിയുടെ ഭാഗത്ത് നിന്ന് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചത്. എന്നാൽ FMCG പോലുള്ള സൂചികളിലൊക്കെ തന്നെ ഒരു ഇടിവുണ്ടാവുകയും ആണ് കാണാൻ സാധിച്ചത്. എന്നാൽ നിലവിലൊരു ടേക്ക് ഓവറിലേക്ക് കടക്കുകയാണെങ്കിൽ ആദ്യം തന്നെ US വരികയാണെങ്കിലും നിലവിലിപ്പോൾ ഒരു നേട്ടത്തിലാണ് US വിപണികൾ അവസാന ട്രേഡിംഗ് ദിനത്തിൽ നിലവിലിപ്പോൾ ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 25 ബേസിസ് പോയിൻറ്റ്സിൻ്റെ ഒരു റേറ്റ് കട്ടിനുള്ള ഒരു പ്രോബബിലിറ്റി നിലവിലിപ്പോൾ ഏകദേശം ഒരു 87-88% നിലവിലിപ്പോൾ വിപണി എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നൊരു നിലയിലേക്ക് നിലവിലിപ്പോൾ മാറിയിട്ടുണ്ട്. അങ്ങനെ പരിശോധിക്കുകയാണെങ്കിൽ വളരെ വലിയ രീതിയിലുള്ള ഒരു പോസിറ്റിവിറ്റി US വിപണിയിൽ നിലനിൽക്കുന്നു. യൂറോപ്യൻ വിപണികൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു ട്രെൻഡും, ഏഷ്യൻ വിപണികൾ പരിശോധിക്കുകയാണെങ്കിലും ഒരു മിക്സഡ് പെർഫോമൻസ്. അതായത് ജപ്പാൻ്റെ ഒക്കെ തന്നെ GDP ഡാറ്റകളും മറ്റൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഒരു പ്രതീക്ഷിച്ച രീതിയിലുള്ള ഒരു പ്രകടനം കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് ജപ്പാൻ്റെ GDPക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതായത് ഫോർകാസ്റ്റിന് താഴെയുള്ള ഒരു രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു ഉണ്ടായിരുന്നതൊക്കെ തന്നെ ജപ്പാനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിയാകുന്ന ഒരു കാഴ്ച കൂടിയാണ് കാണാൻ വേണ്ടിയിട്ടും സാധിച്ചത്. കൂടാതെ US-UK ട്രേഡ് ഡീൽ സംബന്ധിച്ചിടത്തോളം ട്രംപ് വളരെ പോസിറ്റീവായിട്ടുള്ള സൈൻ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ US-India ട്രേഡ് ഡീലിലേക്ക് കടക്കുകയാണെങ്കിലും ട്രേഡ് ഡീലിനെ സംബന്ധിച്ചിടത്തോളം ചർച്ചകൾ പുരോഗമിച്ചു വരുന്ന കാഴ്ചയുമാണ് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചത്. സാർ, ഇങ്ങനെ പരിശോധിക്കുകയാണെങ്കിൽ പല രീതിയിലുള്ള പോസിറ്റിവിറ്റികൾ നിലവിലിപ്പോൾ വിപണിയിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. സാറിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ്? നിഖിൽ, ഇപ്പോൾ ഒരു ഈവൻഫുൾ വീക്കിലേക്കാണ് നമ്മൾ കടക്കുന്നത് എന്നുള്ളത്. ഒരു ബ്രാൻഡ് ന്യൂ വീക്കാണ്, ബട്ട് വളരെ ഈവൻഫുൾ ആണെന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഈ ജപ്പാൻ്റെ GDP ഫിഗേഴ്സ്, ഈ ജപ്പാൻ്റെ GDP ഫിഗേഴ്സും അതനുസരിച്ച് ബാങ്ക് ഓഫ് ജപ്പാൻ്റെ റേറ്റ് കട്ട് എങ്ങനെയായിരിക്കും എന്നുള്ളത് ഫർദർ ആയിട്ട് ഈ മന്തിൽ നമുക്ക് നോക്കേണ്ട ഒരു കാര്യമാണ്. രണ്ടാമത്, ഈ ജെറോം പവൽ December 10th ഫെഡിൻ്റെ FOMC മീറ്റിൽ റേറ്റ് കട്ട് ഉണ്ടാവുമോ? അതാണ് നമുക്ക് ഇനി വരാൻ പോകുന്ന വളരെ മേജർ ആയിട്ടുള്ള അടുത്തൊരു ഈവൻറ്റ്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ US ഡെലിഗേറ്റിൻ്റെ ഒരു വിസിറ്റ് ഇന്ത്യയിലേക്ക് ഉണ്ട് ഈ ആഴ്ച. എനിക്ക് തോന്നുന്നു December 10th തോന്നുന്നു. അവിടെ നമ്മൾ Indo-US ട്രേഡ് ഡീൽ സംസാരിക്കുന്നു. ദാറ്റ് ഈസ് ഓൾസോ വെരി സിഗ്നിഫിക്കൻറ്റ്. അതുമാത്രമല്ല 2 ദിവസത്തെ വിസിറ്റ് കഴിഞ്ഞ് ശ്രീ വ്ളാഡിമിർ പുടിൻ, റഷ്യൻ പ്രസിഡന്റ്, ഇന്ത്യയും തമ്മിലുള്ള ആ ട്രേഡ് ഡീൽസിൻ്റെ കാര്യങ്ങളും ഒക്കെ ആയിരിക്കും നമുക്കിനി വരാൻ പോകുന്ന ദിവസങ്ങളെ നമ്മൾ ഡിക്റ്റേറ്റ് ചെയ്ത്. അതുകൊണ്ട് ഇനി ഈവൻഫുൾ ആയിട്ടുള്ള ദിവസങ്ങളായിരിക്കും ടുവേർഡ്സ് ദി എൻഡ് ഓഫ് December 2025 എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ ഈവൻഫുൾ കമ്മിങ് ഡേയ്സ് മാത്രമല്ല, ഇപ്പോൾ വീക്കെൻഡ് വളരെ ഈവൻഫുൾ ആയിരുന്നു എന്നുള്ളതാണ്. ഒന്നാമത് ഈ Formula 1 റേസിൻ്റെ ഇയർ ക്ലോസ് ആയിരുന്നു എന്നുള്ളതാണ്. അവിടെ ലാൻഡോ നോറിസ് എന്ന് പറഞ്ഞാൽ മക്ലാറൻ്റെ ഡ്രൈവർ Formula 1 ടൈറ്റിൽ ചാമ്പ്യൻഷിപ്പ് ഫോർ 2025 നേടിയിരിക്കുന്നു എന്നുള്ളതാണ്. എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്പോർട്ടാണ് Formula 1 എന്നുള്ളത്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മാക്സ് വെർസ്റ്റാപ്പൻ, അതായത് റെഡ് ബുൾ ടീമിൻ്റെ മാക്സ് വെർസ്റ്റാപ്പൻ, വാട്ട് എ റിമാർക്കബിൾ കംബാക്ക്. ഐ മീൻ, ഇതിൽ ഒരുപാട് പുറകിലായിരുന്ന അദ്ദേഹം വളരെ വലിയ രീതിയിൽ ഉയർന്നു വന്ന് ശരിക്കും പറഞ്ഞാൽ സെക്കൻഡായി, ടോട്ടൽ ചാമ്പ്യൻഷിപ്പ് പോയിന്റ്സിൽ സെക്കൻഡായി എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ബട്ട് ഈ പറഞ്ഞ പോലെ അബുദാബി ഗ്രാൻഡ് പ്രീ ആണ് ഈ വീക്കെൻഡ് നടന്നത്. അതിൽ ജയിച്ചത് ഈ പറഞ്ഞ പോലെ റെഡ് ബുളിൻ്റെ മാക്സ് വെർസ്റ്റാപ്പൻ ആണെങ്കിൽ പോലും ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ലാൻഡോ നോറിസ് മെക്ലാറൻ്റെ വിൻ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. വളരെ ചെറിയ പോയിന്റ്സിൽ ലാൻഡോ നോറിസ് 423 പോയിന്റ്സും മാക്സ് വെർസ്റ്റാപ്പൻ 421 പോയിന്റ്സും. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ഈവൻഫുൾ ആയിട്ടുള്ളൊരു വീക്കെൻഡ് ആയിരുന്നു. ഐ എം ക്വൈറ്റ് ഹാപ്പി എന്നുള്ള രീതിയിൽ. അതുമാത്രമല്ല, ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ഇതിൽ വീണ്ടും ഒരു വിക്ടറിയോടുകൂടി ഒരു സീരീസ് വിന്നും കൂടെ നമ്മളെ സന്തോഷിച്ചിരിക്കുന്നു എന്നുള്ള. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഇപ്പോൾ ഈ ആഴ്ചയിൽ മാർക്കറ്റ് ലെറ്റ് സ്റ്റാർട്ട് ഫ്രം ദ ടോപ്പ് അല്ലേ, ഹാൻഡ് ഓവർ ഡീറ്റെയിൽസ് നോക്കാം. S&P 500 ഏതാണ്ട് 0.18% അപ്പായിരുന്നു വെള്ളിയാഴ്ച. നാസ്ഡാക്ക് 0.3% അപ്പായിരുന്നു. ഡൗ ജോൺസ് 0.12% അപ്പായിരുന്നു എന്നുള്ള. അപ്പോൾ അതിനകത്ത് ഞാൻ നോക്കുമ്പോൾ US മാർക്കറ്റിൽ പെർഫോമേഴ്സ് ആയിട്ട് നോക്കുമ്പോൾ അഡോബി ഏതാണ്ട് 5.34% അപ്പും, സെയിൽസ് ഫോഴ്സ് 5.3% അപ്പും. എന്നാൽ നെറ്റ്ഫ്ലിക്സ് 2.99% ഡൗൺ ആയിരുന്നു. എന്നാൽ നെറ്റ്ഫ്ലിക്സിനെ ബേസ് ചെയ്ത് വലിയൊരു അക്യൂസിഷൻ ന്യൂസും ഉണ്ടായിരുന്നു എന്നുള്ള അത് നമുക്ക് പ്രോഗ്രാം അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാനൊന്ന് ഹാൻഡ് ഓവർ ഡീറ്റെയിൽസ് ഓരോന്നായിട്ട് നോക്കി വരാം. ഇത് ഫ്രൈഡേയിൽ US മാർക്കറ്റിൻ്റെ ഇൻഡിസസിൻ്റെ ക്ലോഷറാണ് നമ്മൾ ഈ പറഞ്ഞത് കംപ്ലീറ്റ്. ട്രഷറി ഈൽഡിലേക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ US ബോണ്ട് ഈൽഡ് ചെറുതായിട്ടൊന്ന് ഫ്രൈഡേ ഒന്ന് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ചെറിയ പോയിന്റിൽ ഇൻക്രീസ് ചെയ്തിട്ടുള്ളൂ. കാര്യം എന്ന് വെച്ചാൽ ഇൻഫ്ലേഷൻ ഡേറ്റ വന്നു. ആ ഇൻഫ്ലേഷൻ ഡേറ്റ എന്ന് പറഞ്ഞാൽ ഫെഡ്
ക്ലോസ്ലി വാച്ച് ചെയ്യുന്ന ആ ഒരു ഇൻഫ്ലേഷൻ ഡേറ്റയാണ് വന്നിരിക്കുന്നത് എന്നുള്ളത്. അത് ലോവർ ദാൻ എക്സ്പെക്റ്റഡ്. അതായത് ഇൻഫ്ലേഷൻ ഭയങ്കരമായിട്ട് യു എസിനെ ബുദ്ധിമുട്ടിക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അത് കാരണം തന്നെ US 10-year ബോണ്ട് ഈൽഡ് ഏതാണ്ട് 3 basis points അപ്പായിട്ട് 4.137% ട്രേഡ് ചെയ്യണേ എന്നുള്ള 10-year ബോണ്ട് ഈൽഡിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ ഈ ഇൻഫ്ലേഷൻ ഡേറ്റ ഹെഡ്ലൈൻ PCE ഇൻക്രീസ്ഡ് ബൈ 0.3% ഇൻ സെപ്റ്റംബർ. അത് പറയുന്നത് വെച്ചാൽ ആനുവൽ ഇൻഫ്ലേഷൻ റേറ്റ് ഏതാണ്ട് 2.8% ആവാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ള. അപ്പോൾ ഈ ഒരു ഫിഗർ, ഈ ഒരു ഡേറ്റ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ മിക്കവാറും ഡിസംബർ 10th ജെറോം പവലിന്റെ ഫെഡിന്റെ FOMC മീറ്റിംഗിൽ ഒരു 25 basis points കട്ട് ചെയ്യാനുള്ള സാഹചര്യം ഒക്കെ ഒരുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഡേറ്റ കാണിക്കുന്നത് എന്നുള്ള. ബട്ട് ഈ ഡേറ്റ ഡിപ്പെൻഡ് ചെയ്ത് തന്നെ പോകണം നിർബന്ധമില്ല. ഇപ്പം അതാ ഡേറ്റ വന്നിരിക്കുന്നു. കാര്യം വെച്ചാൽ ഒരുപാട് നാളത്തെ ഷട്ട് ഡൗണിന് ശേഷമാണ് ഈ ഡേറ്റ വന്നേക്കുന്നത്. ആ ഡേറ്റ സാധൂകരിക്കുന്നു, ഒരു റേറ്റ് കട്ടിന് സാധ്യതയുണ്ട് എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ ഓയിൽ മാർക്കറ്റിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ക്രൂഡ് മാർക്കറ്റ് വളരെ സ്റ്റഡി ആയിട്ട് തന്നെ ഏതാണ്ട് $63 per barrel തന്നെ ട്രേഡ് ചെയ്യുന്നു. അപ്പോൾ ട്രഷറി ഈൽഡിന്റെ കാര്യത്തിലും US സ്റ്റോക്ക് മാർക്കറ്റിന്റെ കാര്യത്തിലാണെങ്കിലും ഓയിലിന്റെ കാര്യത്തിലായാലും ഹാൻഡ് ഓവർ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ വലിയ പ്രോബ്ലം ഇല്ല. ഇനിയിപ്പോൾ US മാർക്കറ്റിന്റെ വോളറ്റിലിറ്റി ഇൻഡെക്സ് CBOE വോളറ്റിലിറ്റി ഇൻഡെക്സും കൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 2.34% ഡൗൺ ആണ്, 15.41. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാവുന്നത് US ഇപ്പോൾ ഒരു റേറ്റ് കട്ടും കൂടിയുണ്ട്. മാർക്കറ്റിന് വലിയ പ്രോബ്ലം ഇല്ല. ടോട്ടൽ ഗ്ലോബൽ ഹാൻഡ് ഓവേഴ്സും ഗ്ലോബൽ ഡേറ്റാസും US മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നു. സോ ദർ ഈസ് നോട്ട് മച്ച് ത്രെറ്റ് ഫ്രം ദ ഗ്ലോബൽ ഇൻഡിസസ് അല്ലെങ്കിൽ ഗ്ലോബൽ ക്യൂസ് എന്നുള്ളതാണ് നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മനസ്സിലാവുന്നത്. ഇനിയിപ്പോൾ ഒരു വലിയൊരു കാര്യം നമ്മൾ US നടന്നത്, ഞാൻ നേരത്തെ നെറ്റ്ഫ്ലിക്സ് ഏതാണ്ട് 3% അടുപ്പിച്ച് ഡൗൺ ആയിരുന്നു എന്ന് പറഞ്ഞല്ലോ. അവിടെ ഒരു വലിയ ഡീല് നടന്നിരിക്കുന്നു. അതായത് മീഡിയ എൻ്റർടൈൻമെൻറ്റ് ഡിജിറ്റൽ OTT ഇൻഡസ്ട്രിയിൽ വളരെ വലിയൊരു ഡീലും വളരെ സിഗ്നിഫിക്കൻറ്റ് ഡീലുമാണ് ശരിക്കും പറഞ്ഞാൽ ഗ്ലോബലി. കാര്യം വെച്ചാൽ നെറ്റ്ഫ്ലിക്സ് പോലത്തെ ഒരു കമ്പനി ഡീലിലേക്ക് ചെയ്യുക എന്ന് പറയുന്നത് അത് US മാത്രമല്ല ഗ്ലോബൽ മീഡിയ ഇൻഡസ്ട്രിയും കൂടി അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് കണ്ടന്റിൻ്റെ കാര്യത്തിലായാലും ശരി, മൂവീസിൻ്റെ കാര്യത്തിലായാലും ശരി, പല കാര്യത്തിലും അതിൽ എഫക്റ്റ് ചെയ്യുന്നുള്ളതാണ്. അതായത് നെറ്റ്ഫ്ലിക്സ് ഇസ് സെറ്റ് ടു അക്വയർ വാർണർ ബ്രോസ് ഡിസ്കവറി സ്റ്റുഡിയോസ്. അതായത് അവരുടെ സ്ട്രീമിംഗ് സർവീസസ് ലൈക്ക് HBO Max ഒക്കെ അവർ മേടിക്കാൻ പോകുന്നു. അതായത് ഹ്യൂജ് ലൈബ്രറി ഓഫ് ഫിലിംസും TV ഷോസും എല്ലാം ഫോർ ഓൾ ക്യാഷ് ആൻഡ് സ്റ്റോക്ക് ഡീലിൽ അക്വയർ ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഏതാണ്ട് ടോട്ടൽ എൻ്റർപ്രൈസ് വാല്യൂ, അതായത് എത്ര എൻ്റർപ്രൈസ് വാല്യൂ എന്ന് നമ്മൾ പറഞ്ഞല്ലോ. എൻ്റർപ്രൈസ് എന്ന് പറയുമ്പോൾ മാർക്കറ്റ് ക്യാപ് പ്ലസ് ഡെറ്റ് മൈനസ് ക്യാഷ്, അതാണ് എൻ്റർപ്രൈസ് വാല്യൂ. ആ എൻ്റർപ്രൈസ് വാല്യൂവിൽ ഏതാണ്ട് $82.7 ബില്യൺ എൻ്റർപ്രൈസ് വാല്യൂവിലാണ് ഈ അക്വിസിഷൻ നടക്കാൻ പോകുന്നത്. അതിൽ ഇക്വിറ്റി വാല്യൂ മാത്രം ഏതാണ്ട് $72 ബില്യൺ ആണെന്നുള്ളതാണ് പ്രത്യേകത എന്നുള്ള. അതായത് നെറ്റ്ഫ്ലിക്സ് ബൈ ചെയ്യാൻ പോകുന്നത് എന്താണ്? ഈ വാർണർ ബ്രോസിൻ്റെ സ്റ്റുഡിയോയും സ്ട്രീമിങ്ങും കണ്ടന്റ് ലൈബ്രറിയുമാണ് മേടിക്കാൻ പോകുന്നത്. അല്ലാതെ ന്യൂസ് ചാനൽസ് ഒന്നും മേടിക്കുന്നില്ല. അതായത് ആ ഡിജിറ്റൽ കണ്ടന്റ് ഉണ്ടല്ലോ, ആ മൂവി ലൈബ്രറി, കുറേ എന്താ പറയുക TV ഷോസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. കാര്യം നെറ്റ്ഫ്ലിക്സിൻ്റെ മെയിൻ ലൈൻ ഓഫ് ബിസിനസ് എന്ന് പറയുന്നത് അതാണ്. ദേ ഡു നോട്ട് ഹാവ് എനി ഇൻട്രസ്റ്റ് ഇൻ ന്യൂസ്, അതർ കൈൻഡ് ഓഫ് സർവീസസ്. അപ്പോൾ വാർണർ ബ്രോസ് ഡിസ്കവറിയുടെ കയ്യിൽ നിന്ന് അതാണ് മേടിക്കുന്നത് എന്നുള്ളത്. ഇതോടുകൂടി നെറ്റ്ഫ്ലിക്സിൻ്റെ കയ്യിൽ ലോകത്തുള്ള വലിയ ബ്രാൻഡഡ് ഷോസ് ഇവരുടെ അസറ്റായി മാറും. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ DC കോമിക്സിൻ്റെ ബാറ്റ്മാൻ ആൻഡ് സൂപ്പർമാൻ ഇനിയിപ്പോൾ നെറ്റ്ഫ്ലിക്സിൻ്റെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ അസറ്റായി മാറും. ഹാരി പോട്ടർ, ഗെയിം ഓഫ് ത്രോൺസ്, ഫ്രണ്ട്സ് എന്ന് പറയുന്ന ആ TV ഷോ ഒക്കെ ഇനി നെറ്റ്ഫ്ലിക്സിൻ്റെ ഒരു ഡിജിറ്റൽ ലൈബ്രറിയിലേക്ക് ആഡ് ചെയ്യപ്പെട്ട ഡിജിറ്റൽ അസറ്റായിട്ട് മാറുന്നു എന്നുള്ളതാണ്. ഈ ഡീലിന് മുമ്പായിട്ട് വാർണർ ബ്രോസ് ഡിസ്കവറി അവരുടെ ലീനിയർ നെറ്റ്വർക്സിനെ അവരൊന്ന് ഡീമർജ് ചെയ്ത് മാറ്റും. അതായത് സ്പിൻ ഓഫ് ചെയ്ത് സെപ്പറേറ്റ് ആയിട്ടൊരു പബ്ലിക് ലിസ്റ്റഡ് കമ്പനിയായിട്ട് മാറ്റും എന്നുള്ളതാണ് ഡിസ്കവറി ഗ്ലോബൽ എന്നുള്ള പേരിൽ. എന്നിട്ട് അതിനകത്തേക്ക് എന്തൊക്കെ മാറ്റും? കണ്ടന്റും മൂവി ഷോസും മൂവി ലൈബ്രറിയും TV ഷോസും എല്ലാം നെറ്റ്ഫ്ലിക്സിന് കൊടുത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളാണ് സെപ്പറേറ്റ് ആയിട്ടുള്ള പബ്ലിക് ട്രേഡ് കമ്പനി ആക്കുന്നത്. അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ CNN, ഡിസ്കവറി, ട്രാവൽ ആൻഡ് ലിവിങ്, TLC എന്ന് പറയുന്ന ഒരു ചാനലൊക്കെ നമ്മൾ കണ്ടു കാണും. നമ്മൾ ഈ നമ്മുടെ DTHൽ കണ്ടു കാണും. TNT സ്പോർട്സ്, ഇങ്ങനത്തേക്ക് അവർ സെപ്പറേറ്റ് ആക്കി മാറ്റി ഡിസ്കവറി ഗ്ലോബൽ എന്ന രീതിയിൽ വേറൊരു പബ്ലിക് കമ്പനിയായിട്ട് അവർ ലിസ്റ്റ് ചെയ്യും. എന്നാൽ ഡിജിറ്റൽ അസറ്റ്സ് ആയ മൂവി, TV ഷോസ് എല്ലാം നേരെ ഇപ്പുറത്തോട്ട് കൊടുക്കും എന്നുള്ളതാണ്. ഇനി ജപ്പാനിൽ നിന്ന് കിട്ടുന്ന ന്യൂസാണ് അതിനകത്ത് വേറെ രസകരമായിട്ടുള്ളൊരു കാര്യം. അതായത് നമ്മുടെ ഇവിടെ ഒരു റിസ്ക് ആയിരുന്നു, അതായത് ഗ്ലോബൽ മാർക്കറ്റിന് ഒരു റിസ്ക് ഉണ്ടായിരുന്നത് പോസിബിൾ റേറ്റ് ഹൈക്ക് ഇൻ ജപ്പാനാണ്. അതായത് ബാങ്ക് ഓഫ് ജപ്പാൻ ഇൻട്രസ്റ്റ് റേറ്റ് ജപ്പാനിൽ ഹൈക്ക് ചെയ്യുമോ എന്നുള്ളതാണ് കാര്യം. അതിനകത്ത് പ്രോബ്ലം എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ജപ്പാനിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കുറവായിരുന്നു. അതായത് അവിടെ
ബോണ്ട് yields വളരെ കുറവായിരുന്നു. അപ്പോൾ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് പ്ലസ് ജാപ്പനീസ് ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്തു? ലോ ഈൽഡിങ് ആയിട്ടുള്ള ജപ്പാനിൽ നിന്ന് പൈസ എടുത്തിട്ട് മറ്റുള്ള ഹൈ ഗ്രോത്ത് ഉള്ള മാർക്കറ്റുകളിലെ ബോണ്ടുകളിലും സ്റ്റോക്കുകളിലും ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. അതായത് ഗ്ലോബലിയും ഇൻവെസ്റ്റ് ചെയ്തിരുന്നു, ഇന്ത്യൻ മാർക്കറ്റിലും അവർ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം എന്താ, ആ ഒരു കാര്യത്തിനാണ് നമ്മൾ എൻ ക്യാരി ട്രേഡ് എന്ന് പറയുന്നത്. എൻ ക്യാരി ട്രേഡ് എന്ന് പറഞ്ഞാൽ ബോറോ ഇൻ ലോ കോസ്റ്റ് ഫണ്ട്സ് ഫ്രം ജപ്പാൻ ആൻഡ് ഇൻവെസ്റ്റ് ഇൻ ഹൈ ഗ്രോത്ത് ബോണ്ട് മാർക്കറ്റ്സ് ആൻഡ് ഇക്വിറ്റി മാർക്കറ്റ്സ് അറൗണ്ട് ദ വേൾഡ് എന്നുള്ള രീതിയിലാണ് ഈ എൻ ക്യാരി ട്രേഡ് എന്ന് പറഞ്ഞത്. ഈ എൻ ക്യാരി ട്രേഡ് വളരെ നന്നായിട്ട് ലോകത്ത് നടന്നുകൊണ്ടിരുന്നു. ആസ് ലോങ് ആസ് ജപ്പാൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കുറവായുണ്ട്. ഉദാഹരണത്തിന് ജപ്പാനിൽ നിന്ന് ഇപ്പോൾ 0 അല്ലെങ്കിൽ നിയർ ടു 0 ഇൻട്രസ്റ്റ് റേറ്റ് ആണെന്ന് വിചാരിക്കുക. നമ്മൾ അവിടുന്ന് പൈസ എടുക്കുന്നു, എന്നിട്ട് ഒരു ഇന്ത്യൻ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് 5.5%, 6% കിട്ടുന്നു. ഈ ഡിഫറൻഷ്യൽ തന്നെ നമുക്ക് പ്രോഫിറ്റ് ആയിരുന്നു എന്നുള്ളത് ഞാനൊരു എക്സാമ്പിളായിട്ട് ചെറിയ രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് ഇൻ ജപ്പാൻ കുറവായിട്ട് നിന്നിടത്തോളം കാലം എൻ ക്യാരി ട്രേഡ് വളരെ വണ്ടർഫുള്ളായിട്ട് നടന്നുകൊണ്ട് പോയി എന്നുള്ള. ഇതിന് ത്രെട്ട് എന്തായിരിക്കും? ഈ ത്രെട്ട് എന്തെന്ന് വെച്ചാൽ ജപ്പാനിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുമോ എന്നുള്ള. ജപ്പാനിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുകയാണെങ്കിൽ എന്ത് പറ്റും? ജപ്പാനിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടാൻ നേരത്ത് ജാപ്പനീസ് കറൻസി ആയ എന്നും അപ്രിഷ്യേറ്റ് ചെയ്യും. അതുമാത്രമല്ല, ഞാൻ ഇന്ത്യയുടെ പോയിന്റ് ഓഫ് വ്യൂവിലാണ്, മറ്റുള്ള ഗ്ലോബൽ എക്കണോമീസിൻ്റെ കാര്യത്തിൽ പറയില്ല. ഇന്ത്യയിൽ നിന്ന് നോക്കുമ്പോൾ ജപ്പാനിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുമ്പോൾ അവിടുത്തെ ബോണ്ട് ഈൽഡ് ഉയരും. അതുമാത്രമല്ല എന്നും അപ്രിഷ്യേറ്റ് ചെയ്യും. ഇവിടെ ഇന്ത്യയിലാണെങ്കിലോ റുപ്പി ഡിപ്രിഷ്യേറ്റ് ചെയ്തുകൊണ്ടും ഇരിക്കുന്നു. ഇവിടെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് കാരണം ബോണ്ട് ഈൽഡ്സും താഴേക്ക് വരുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു ബെനിഫിറ്റ് ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സിനും ജപ്പാൻ ഇൻവെസ്റ്റേഴ്സിനും ഇല്ല. കാര്യം ആ ഡിഫറൻഷ്യൽ കുറഞ്ഞു വരുന്നു എന്നുള്ള. അപ്പോൾ ഇനി ഫർദറായിട്ട് റുപ്പി ഡിപ്രീഷിയേറ്റ് ചെയ്യുമെന്നും ഇനിയും ഇൻട്രസ്റ്റ് റേറ്റ് ഇന്ത്യയിൽ കുറയുമെന്നും പേടിച്ചിട്ട് ഈ ജാപ്പനീസ് മണി ഇന്ത്യൻ ബോണ്ട് മാർക്കറ്റിൽ വിറ്റിട്ട് ചിലപ്പോൾ പൈസ പുറത്തോട്ട് പോയേക്കാം. അങ്ങനെ പുറത്തോട്ട് പോവുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഇറ്റ് വിൽ പുട്ട് പ്രഷർ ഓൺ ഇന്ത്യൻ റുപ്പി വിച്ച് വിൽ ഫർദർ ഡിപ്രീഷിയേറ്റ് ഇന്ത്യൻ റുപ്പി. അതായിരുന്നു ഒരു പ്രോബ്ലം. രണ്ടാമത്, ഈ ജപ്പാനിൽ നിന്ന് എടുത്ത പൈസ ഇന്ത്യൻ ബോണ്ട് മാർക്കറ്റിൽ മാത്രമല്ല ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിലും കയറിയിട്ടുണ്ട്, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലും കയറിയിട്ടുണ്ട്. കാര്യം ചീപ്പായിട്ട് എടുത്തിട്ട് ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ എന്ത് പറ്റി? ബാങ്ക് ഓഫ് ജപ്പാൻ വീണ്ടും ജപ്പാനിലെ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുകയാണെങ്കിൽ ഈ പൈസ കോസ്റ്റ്ലി ആവും. ഈ കടമെടുത്ത പൈസ കോസ്റ്റ്ലി ആവും. അതുമാത്രമല്ല റീഫിനാൻസിങ്ങും കോസ്റ്റ്ലി ആവും. അപ്പോൾ എന്ത് ചെയ്യും? തിരിച്ച് മാത്രമല്ല റുപ്പി ഡിപ്രിഷ്യേറ്റ് ചെയ്യുന്നു, യെൻ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ആ ക്യാപിറ്റൽ മാർക്കറ്റിലേക്ക് വന്ന ആ ജാപ്പനീസ് ബോറോഡ് മണി ഇവിടെ ഇന്ത്യൻ മാർക്കറ്റിൽ സെല് ചെയ്ത് തിരിച്ച് ജപ്പാനിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. ഇത് ഇന്ത്യൻ മാർക്കറ്റല്ല, ഗ്ലോബലിയും ഇത് സംഭവിക്കുക എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ദിസ് വിൽ ഓൾസോ പുട്ട് പ്രഷർ ഓൺ ഇന്ത്യൻ റുപ്പി. അങ്ങനെ ഇന്ത്യൻ റുപ്പി വീണ്ടും ഡിപ്രിഷ്യേറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ളതാണ് അതിനകത്തുള്ള പ്രത്യേകത. അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്ഥിതിവേഷൻ നിൽക്കുന്നു. അതായത് അൺവൈൻഡിങ് ഓഫ് എൻ ക്യാരി ട്രേഡ് കൊണ്ട് എന്ത് ബെനിഫിറ്റ് കിട്ടിയോ അത് അൺവൈൻഡ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്, വിച്ച് വിൽ പുട്ട് പ്രഷർ ഓൺ ഇന്ത്യൻ റുപ്പി എന്നുള്ളതായിരുന്നു അതിനകത്ത് പറഞ്ഞിരുന്നത്. അപ്പോൾ പൊതുവെയുള്ള ഇന്ത്യൻ മാർക്കറ്റിലെ അസസ്മെൻറ്റ് അങ്ങനെ വരികയാണെങ്കിൽ റുപ്പി ഏത് വരെ പോകും? 90ക്ക് മുകളിലോട്ട് പോവുമോ, 88, 89 അവിടെ സെറ്റിൽ ചെയ്യുമോ എന്നുള്ളതായിരുന്നു ഒരു പ്രോബ്ലം ആയിട്ടുണ്ട്. ബട്ട് ഇപ്പം നമുക്ക് കിട്ടുന്ന ഒരു ഫിഗർ അനുസരിച്ച്, അതായത് ജപ്പാനിലെ Q3 GDP എന്ന് പറയുന്നത് 2.3% കോൺട്രാക്ട് ചെയ്തിരിക്കുന്നു എന്നുള്ള. അതായത് GDP വേണ്ട രീതിയിൽ വന്നില്ല. അതായത് എക്സ്പെക്ടേഷനെക്കാളും കോൺട്രാക്ട് ചെയ്യുമെന്ന് എക്സ്പെക്ട് ചെയ്തെങ്കിലും എക്സ്പെക്ടേഷനെക്കാളും വലിയ രീതിയിൽ ഒരു കോൺട്രാക്ഷൻ നടന്നിരിക്കുന്നു എന്നുള്ള. അപ്പോൾ ബാങ്ക് ഓഫ് ജപ്പാൻ ഇപ്പോൾ വല്ലാത്തൊരു ടൈറ്റ് സ്പോട്ടിലായി. അതായത് GDP കുറയുകയും ചെയ്തു. അതായത് GDP കുറയുകയാണെങ്കിൽ പിന്നെ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുകയാണെങ്കിൽ പിന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യാനായിട്ട് എന്നുള്ള പേരിൽ നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുകയാണെങ്കിൽ ഒന്നാമതേ ഗ്രോത്ത് സ്ലോ ആണ്, ഗ്രോത്ത് വീണ്ടും സ്ലോ ആവുമോ എന്നുള്ളൊരു പേടി തന്നെ നിൽക്കുന്നു എന്നുള്ള. അപ്പോൾ അതായത് ഈ ജപ്പാനിലെ മോശമായിട്ടുള്ള കോൺട്രാക്ട് ചെയ്തിട്ടുള്ള GDP ഫിഗർ ഇന്ത്യൻ എക്കണോമിയെ സംബന്ധിച്ച് ഒരു പോസിറ്റീവായിട്ട് വരും. ബിക്കോസ് ഇന്ത്യൻ എക്കണോമി വിൽ ബിലീവ് ദാറ്റ് ജപ്പാൻ വിൽ നോട്ട് ഗോ ഇൻ ഫോർ എ റേറ്റ് ഹൈക്ക് എന്നുള്ള രീതിയിലായിരിക്കും മാർക്കറ്റ് എടുക്കണമെന്നില്ല. ബട്ട് വ്യക്തിപരമായിട്ട് ഞാൻ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു വെച്ചാൽ പേഴ്സണലി ഈ ജാപ്പനീസ് ഗവൺമെൻറ് വലിയൊരു സ്റ്റിമുലസ് ചെയ്തിട്ടുണ്ട്. അത് സ്റ്റിമുലസ് ചെയ്യാൻ പോണു എന്നുള്ളത് പറഞ്ഞു. അതുകൊണ്ട് Q3 കോൺട്രാക്ട് ചെയ്തെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ഈ സ്റ്റിമുലസ് ഇവർ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ Q4 നല്ല രീതിയിൽ GDP പെർഫോമൻസ് കാണിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ Q3 GDP വൺ ടൈം റീസൺ കൊണ്ടായിരിക്കാം കോൺട്രാക്റ്റഡ് ആവുന്നത്. Q4 ഇതിനേക്കാളും ബെറ്റർ ആവാനുള്ള ചാൻസ് ഉണ്ട്. വൈ ബിക്കോസ് ജപ്പാൻ ഗവൺമെൻറ് മൈറ്റ് ഗിവ് എ സ്റ്റിമുലസ് ടു ദ ജാപ്പനീസ് എക്കണോമി എന്നുള്ള കാര്യത്തിൽ ഇതുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന പോലെ ഈ നമ്മൾ ജാപ്പനീസിൻ്റെ ഫിഗേഴ്സ് നോക്കുകയാണെങ്കിൽ
എന്തുകൊണ്ട് GDP Q2 കുറഞ്ഞു എന്ന് പറഞ്ഞാൽ എനിക്കും തോന്നുന്നത് വൺ ടൈമാണ്. കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ Q3 ആയപ്പോഴത്തേക്കും എക്സ്പോർട്ടേഴ്സിൻ്റെ ഓർഡർ കുറഞ്ഞത് കാരണമാണ് ഈ GDP കോൺട്രാക്ട് ചെയ്തത്. എന്തുകൊണ്ടാണ് പറ്റിയത്? Q2 ആയപ്പോഴത്തേക്കും ആ US ട്രേഡ് ടാരിഫിനെ മറികടക്കാൻ വേണ്ടി, ആ ഡേറ്റിനെ മറികടക്കാൻ വേണ്ടി ഒരു റഷ് ഓഫ് എക്സ്പോർട്സ് ജപ്പാൻ നടത്തിയിരുന്നു. അത് ഭയങ്കര രീതിയിൽ Q2 GDPനെ ഉയർത്തി നിർത്തി. അവിടുന്ന് ആ ബേസ് എഫക്റ്റ് വെച്ച് നോക്കുമ്പോൾ Q3 ഇത്തിരി കുറഞ്ഞതായിട്ട് കാണപ്പെടുന്നു. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് അത് ഒരു ഫാക്ടറാക്കാൻ ചാൻസ് ഇല്ല. അതായത് Q3 GDP മോശമായത് ഒരു ഫാക്ടറായിട്ട് ബാങ്ക് ഓഫ് ജപ്പാൻ എടുക്കാൻ ചാൻസ് ഇല്ല എന്നുള്ള. ബാങ്ക് ഓഫ് ജപ്പാൻ കൂടുതലും നോക്കുന്നത് ലോങ് ടേം ആയിട്ടുള്ള ഒരു എന്താണ് ജാപ്പനീസ് എക്കണോമി കാണുന്നത് എന്നുള്ളതാണ്. അവിടെ എനിക്ക് തോന്നുന്നു അവരുടെ കോർ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ കോർ ഇൻഫ്ലേഷൻ ജാപ്പനീസ് ബാങ്ക് ഓഫ് ജപ്പാൻ ആ വച്ചിരിക്കുന്ന കംഫർട്ടബിൾ ടാർഗറ്റ് ആയിട്ടുള്ള 2% ഉള്ളിൽ തന്നെയാണ്. അപ്പോൾ ഈ പറയുന്ന പോലെ അവിടെ ഇൻഫ്ലേഷൻ കൂട്ടുന്നുണ്ട്, പ്രോബ്ലം ഇല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ്. അതുമാത്രമല്ല സ്ട്രോങ് ആയിട്ടുള്ള വേജ് ഗ്രോത്ത് ജപ്പാനിലുണ്ട്. ഈ സ്ട്രോങ് വേജ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ കയ്യിലേക്ക് ഒരുപാട് പൈസ വരുന്നു. പൈസ വരുമ്പോഴത്തേക്ക് ആൾക്കാർ ഒരുപാട് കൺസംഷനിലേക്ക് പോകുന്നു. കൺസംഷനിലേക്ക് പോകുമ്പോൾ ഇൻഫ്ലേഷൻ കൂടാനുള്ള ചാൻസ് ഉണ്ട് എന്നല്ല. അപ്പോൾ ഇൻഫ്ലേഷൻ കൂടാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് ജാപ്പനീസ് ബാങ്ക് ഓഫ് ജപ്പാനിന് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടേണ്ടി വരും എന്നുള്ളൊരു ടാർഗറ്റ് വെച്ചിട്ടായിരിക്കാം ബാങ്ക് ഓഫ് ജപ്പാൻ മുന്നിലോട്ട് പോണേ എന്നുള്ളതാണ്. അപ്പോൾ ഈ കംഫർട്ട് ലെവലായി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബാങ്ക് ഓഫ് ജപ്പാനിന് കംഫർട്ട് ലെവലായിട്ടുള്ള ഇൻഫ്ലേഷൻ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 2% ആണ്. അതിനേക്കാട്ടിലും കൂടുതൽ തന്നെയാണ് ഇൻഫ്ലേഷൻ നിൽക്കുന്നത്. അതിൻ്റെ കൂടെ വേജ് ഇൻക്രീസും കൂടെ വരുമ്പോൾ കൂടുതൽ ഡൊമസ്റ്റിക് കൺസംഷൻ കൂടി കൂടുതൽ ഇൻഫ്ലേഷൻ ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ബാങ്ക് ഓഫ് ജപ്പാൻ മിക്കവാറും ഇൻഫ്ലേഷനിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യും. GDP ഫിഗേഴ്സ് ഒരു വൺ ടൈം ഇഷ്യൂ ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. December 18 to 19 പോളിസി എന്നുള്ളത്. ഞാനിത് എന്തുകൊണ്ട് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തു എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു റിസ്ക് എന്ന് പറഞ്ഞാൽ yen ക്യാരി ട്രേഡിൻ്റെ അൺവൈൻഡിങ് ആണ്. അത് December 18, 19 ആയിരിക്കും ബാങ്ക് ഓഫ് ജപ്പാൻ്റെ ഈ ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ മീറ്റിംഗ് വരുന്നത്. അതുകൊണ്ട് ആ ദിവസങ്ങളിൽ ഒന്ന് സൂക്ഷിക്കണമെന്ന് ഞാൻ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ വേറെ റിപ്പോർട്ട് വായിക്കുമ്പോൾ ഈ ഏഷ്യ പസഫിക് റീജിയണിലുള്ള ട്രേഡേഴ്സ് ഉണ്ടല്ലോ, അതായത് ഗ്ലോബൽ ട്രേഡേഴ്സ് ഡോളേഴ്സിൽ നിന്ന് ബോറോ ചെയ്യുന്നത് കുറച്ചിട്ട് ഏതാണ്ട് പൗണ്ടിലേക്ക് മാറുന്നു എന്നുള്ള ഒരു വളരെ വളരെ ഇമ്പോർട്ടൻറ്റും സിഗ്നിഫിക്കൻറ്റും ആയിട്ടുള്ള ഒരു ഹാൻഡ് ഓവർ ന്യൂസ്. അതായത് ടോട്ടൽ ബോറോയിങ്ങിൻ്റെ 23% അവർ പൗണ്ടിലേക്ക് മാറ്റി. കാര്യം US ഡോളേഴ്സിനെ വിശ്വസിക്കാത്തതുകൊണ്ടല്ല, ഈ ട്രംപിന് ഒരു കൺസിസ്റ്റൻസി ഇല്ലാത്ത ഒരു അഡ്മിനിസ്ട്രേഷൻ ഉള്ളതുകൊണ്ട് ഈ ഏഷ്യ പസഫിക് റീജിയണിലെ ട്രേഡേഴ്സ് അങ്ങനത്തെ രീതിയിലേക്ക് മാറി എന്നുള്ള. അതായത് ഡോളറിൽ നിന്ന് മാറി പൗണ്ടിലേക്ക് ഒന്ന് ബോറോ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ള. ഞാനിത് പറയാനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇനി പിന്നെ വരാൻ പോകുന്ന ഒരു ന്യൂസാണ്. ആ പിന്നെ വരാൻ പോകുന്ന ന്യൂസ് ഇന്ത്യയിൽ പുടിൻ വന്നത് പ്രമാണിച്ചുള്ളത് കാരണമാണ് ഈ ന്യൂസിന് ഇമ്പോർട്ടൻസ് ഉള്ളത്. അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താ വെച്ചാൽ പുടിൻ 2 ദിവസത്തെ വിസിറ്റിന് December 4 and 5 ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം. എന്നാൽ ആ ന്യൂസിനേക്കാളും കൂടുതൽ ഇന്ത്യൻ മാർക്കറ്റിൽ സ്പ്രെഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇന്ത്യയുടെ ഏവിയേഷൻ സെക്ടറിലെ പ്രശ്നങ്ങളാണ്. ഇൻഡിഗോ എയർലൈൻസിൻ്റെ ഫ്ലൈറ്റ് ക്യാൻസലേഷൻ കാരണം ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കി. എനിക്ക് തോന്നുന്നു ഇന്നും സ്റ്റോക്ക് ഡൗൺ ആവാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ള. അതായത് ഇന്ത്യൻ ഏവിയേഷൻ മാർക്കറ്റ് ഒരു കോൺസെൻട്രേഷൻ റിസ്ക്കിലാണ്. കാര്യം ഇൻഡിഗോ എന്ന് പറയുന്നത് മാർക്കറ്റ് ലീഡറായിട്ട് നിൽക്കുന്നു, പിന്നെയുള്ളത് ടാറ്റ മാത്രമല്ല. അപ്പോൾ ഒരു ചെറിയൊരു ഡിസ്റപ്ഷൻ വന്നാൽ എല്ലാ രീതിയിലും ഒരു ഇന്ത്യൻ ഏവിയേഷൻ സെക്ടർ ക്ലോക്ക് ആവാനുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ള. ആ ന്യൂസ് ശരിക്കും പറഞ്ഞാൽ ഈ വ്ളാഡിമിർ പുടിൻ്റെ വിസിറ്റിനെ ഓവർ ഷാഡോ ചെയ്തു പോയി എന്നുള്ളതാണ് അതിനകത്തുള്ളൊരു വാസ്തവം എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം, വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിൽ വന്നത് കാരണം പല രീതിയിലുള്ള ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഓരോന്നിലും പോകുന്നൊന്നുമില്ല. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എക്സ്പെക്റ്റഡ് ആയിരുന്നു. ഒന്ന് ഫെർട്ടിലൈസേഴ്സിൻ്റെ കാര്യത്തിൽ, ഒന്ന് റെയർ എർത്ത് മിനറൽസിൻ്റെ കാര്യത്തിൽ, പിന്നെ ന്യൂക്ലിയർ എനർജിയുടെ കാര്യത്തിൽ. പിന്നെ അതുമാത്രമല്ല റഷ്യ നമ്മുടെ അടുത്ത് പ്രോമിസ് ചെയ്തു അൺഇൻറ്ററപ്റ്റഡ് ആയിട്ടുള്ള ഫ്യൂവൽ ഷിപ്മെൻറ്റ് ഞങ്ങൾ തരാൻ തയ്യാറാണെന്ന് പറഞ്ഞു. പിന്നെ വിസ റിലാക്സേഷൻ, ഇവിടെ നിന്നുള്ള ടെക്നിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് റഷ്യയിലേക്ക് പോകാനുള്ളതിന് വിസ റിലാക്സേഷൻ. അതുപോലെ ഷിപ്പ് ബിൽഡിംഗ് ഇൻഡസ്ട്രി, മാരിടൈം കോർപ്പറേഷൻ, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളിൽ നമ്മളും റഷ്യയും തമ്മിൽ കോമേഴ്സ് ആൻഡ് ട്രേഡിൻ്റെ കാര്യത്തിൽ ഒരുപാട് സംസാരങ്ങൾ നടന്നു എന്നുള്ള. ബട്ട് നോട്ടബിൾ ആയിട്ടുള്ള ഒരു കാര്യം, ഇന്ത്യ സുക്കോയ് ഫൈറ്റർ ജെറ്റ്സിൻ്റെ കാര്യത്തിലും S-400 അല്ലെങ്കിൽ S-500 ബാറ്ററിയെക്കുറിച്ചും, അതായത് ആ ഡിഫൻസ് സിസ്റ്റങ്ങളെക്കുറിച്ചും നമ്മൾ വലിയൊരു ഡിസിഷൻ എടുത്തില്ല. എനിക്ക് തോന്നുന്നു അതൊരു ലിവറേജ് ആയിട്ട് കയ്യിൽ വെച്ചേക്കാണ്. കാര്യം എന്ന് വെച്ചാൽ US ഡെലിഗേറ്റ്സ് ഈ ആഴ്ച വരുന്നുണ്ട്. അവരും നോക്കുന്നത് എന്തായിരിക്കും, അവരുടെ കയ്യിൽ നിന്ന് ഫ്യൂവൽ മേടിക്കുക എന്നുള്ളത്, അതായത് എനർജി മേടിക്കുക എന്നുള്ള ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം അവരുടെ F-35 എയർക്രാഫ്റ്റ് മേടിക്കാൻ ഇന്ത്യ ഒരു വലിയൊരു ക്ലയൻറ്റോ കൺസ്യൂമറോ ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇന്ത്യ ഹാസ് കെപ്റ്റ് ഹിസ് കാർഡ്സ് ക്ലോസ് ടു ദ ചെസ്റ്റ്. ഒന്നും തന്നെ റഷ്യയ്ക്ക് റിവീൽ ചെയ്തിട്ടില്ല. മേ ബി ദേ ആർ യൂസിങ് ഇറ്റ് ആസ് എ ലിവറേജ്
ടു നെഗോഷിയേറ്റ് വിത്ത് US ആസ് വെൽ. ആൻഡ് പുട്ടിനും ആ രീതിയിലൊന്നും നമ്മളെ പ്രഷറൈസ് ചെയ്തില്ല, ബിക്കോസ് ഈ ഈസ് എ വെരി കുറച്ചുകൂടെ നമ്മൾ നോക്കേണ്ട ഒരു കോമൺ സെൻസിക്കലായിട്ട് ഈ ട്രേഡ് ഡീലിനെ അപ്രോച്ച് ചെയ്തു എന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് ഇന്ത്യയുടെ സിറ്റുവേഷൻ എന്താണെന്ന് റഷ്യൻ പ്രസിഡന്റ് മനസ്സിലാക്കി എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത എന്നുള്ളത്. അപ്പോൾ US വിസിറ്റ് എന്താണെന്നുള്ളതൊക്കെ നോക്കിയിട്ട് ആയിരിക്കാം ചിലപ്പോൾ ഈ പറയുന്ന പോലെ ഇന്ത്യയുടെ ഡിഫൻസ് ഡീലിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോവുക. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നത് വേറൊരു കാര്യമാണ്. ഇതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇൻ്റർനാഷണൽ ബോറോവേഴ്സ് കൂടുതലും പൗണ്ടിൽ മേടിക്കാൻ തുടങ്ങി, ഡോളറിൽ മേടിക്കാൻ പറ്റില്ല. എന്നാൽ ഈ വ്ളാഡിമിർ പുടിൻ്റെ ഇന്ത്യ വിസിറ്റ് കൊണ്ട് വേറൊരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നടക്കും. നമുക്കറിയാലോ, ഇപ്പോൾ റഷ്യ യുക്രൈൻ കോൺഫ്ലിക്റ്റ് തുടങ്ങിയതിന് ശേഷം റഷ്യ വളരെ ഡിസ്കൗണ്ടഡ് ആയിട്ടാണ് നമുക്ക് ഈ പറയുന്ന പോലെ ഓയിൽ തന്നത്. അതിന് വലിയ വലിയ പർച്ചേസ് ആയിട്ട് കൺട്രീസ് വന്നത് ഒന്ന് ചൈന, ഒന്ന് ഇന്ത്യ. ഇന്ത്യയുടെ തന്നെ എനിക്ക് തോന്നുന്നു 36 തൊട്ട് 40% ടോട്ടൽ ക്രൂഡ് ഇമ്പോർട്ടിൻ്റെ റിക്വയർമെൻറ്റും നമ്മൾ റഷ്യയിൽ നിന്ന് മേടിച്ച് നമ്മൾ റഷ്യയുടെ ഒരു വലിയൊരു ക്ലയൻറ്റും കൺസ്യൂമറുമായി മാറി എന്നുള്ള. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ 2025 മാത്രം ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ട്രേഡ് ഡീല് $68.7 ബില്യൺ ആണ്. ഇപ്പോൾ വ്ളാഡിമിർ പുടിൻ വന്നപ്പോൾ അത് $100 ബില്യൺ ബൈ 2030 ആക്കാൻ പോകുന്നതാണ്. ഇപ്പോൾ 2025 ഫിഗേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ $68.7 ബില്യൺ. ഈ $68.7 ബില്യൺ കൂടുതലും റഷ്യയ്ക്ക് ഫേവറായിട്ടാണ് സ്ക്യൂ ചെയ്ത് നിൽക്കുന്നത്. കാരണം എന്താ? കാരണം വെച്ചാൽ റഷ്യ കൂടുതൽ കാര്യങ്ങൾ ഇന്ത്യയിലേക്ക് എക്സ്പോർട്ട് ചെയ്തു. എത്ര? 63.8 ബില്യൺ. നമ്മൾ എത്ര എക്സ്പോർട്ട് ചെയ്തു റഷ്യയിലേക്ക്? 4.9 ബില്യൺ ആണ് എക്സ്പോർട്ട് ചെയ്തത്. അതിൻ്റെ അർത്ഥം നമുക്ക് ഡെഫിസിറ്റും റഷ്യയ്ക്ക് സർപ്ലസുമാണ് നമ്മൾ തമ്മിലുള്ള ട്രേഡിൽ. ഓക്കെ, ബട്ട് എന്തുകൊണ്ടാണ് ഈ ഫിഗർ, അതായത് ഈ 59 ബില്യൻ്റെ ട്രേഡ് ഡെഫിസിറ്റ് വരാൻ കാരണം നമ്മൾ ഈ വാറിന് ശേഷം നമ്മൾ കൂടുതൽ ഓയിലും എനർജിയും റഷ്യയിൽ നിന്ന് മേടിച്ചത് കാരണമാണ് ഈ ഡെഫിസിറ്റ് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്തതെന്ന് സംശയമില്ല. അല്ലാതെ അവരുടെ ഒരുപാട് സാധനങ്ങളൊന്നും ഇന്ത്യൻ കൺസ്യൂമർ മാർക്കറ്റിൽ കിടന്ന് തിരിയുന്നില്ല. നമുക്കറിയാം ഡിഫൻസ് ഡീലുകളുണ്ട്, അത് മാത്രമല്ല എനർജി പ്രോഡക്ട്സുമാണ് ചെയ്തതെന്നുള്ള. അപ്പോൾ ഇത് ബേസിക്കലി നമ്മൾ ഇതിൻ്റെ ഒരു വലിയൊരു എന്താ പറയുക ഒരു ബയർ ആയിരുന്നു എന്നുള്ള. ബട്ട് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ സംഭവത്തിൽ ഒരിക്കലും ഇന്ത്യയുടെ കയ്യിൽ നിന്ന്, അതായത് ഇന്ത്യയുടെ കയ്യിൽ നിന്ന് റഷ്യയ്ക്ക് സാങ്ഷൻസ് ഉള്ളതുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഈ ഡോളറിലോ അല്ലെങ്കിൽ പൗണ്ടിലോ യൂറോയിലോ പൈസ മേടിക്കാൻ പറ്റില്ല. അതായത് ഇന്ത്യക്ക് ഓയിൽ വിൽക്കുന്നത് എന്നുള്ള കാര്യം എന്താ? റഷ്യയുടെ മേൽ സാങ്ഷൻസ് ഉണ്ട് എന്നുള്ള. അപ്പോൾ എന്ത് ചെയ്തു? റഷ്യൻ അവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ അവരുടെ ഒരു പാർട്ട്, അതായത് അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ അവരുടെ ഈ സ്വിഫ്റ്റ് എന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ കൺട്രീസ് കൊണ്ടുവന്ന ഒരു പേയ്മെൻറ്റ് സിസ്റ്റമാണ്. അതിനെ ബൈപ്പാസ് ചെയ്യാനും ഈ ഡോളറിനെ ബൈപ്പാസ് ചെയ്യാനും വേണ്ടിയിട്ട് അവരുടെ പോർഷൻ ഓഫ് ട്രേഡ്, അതായത് റഷ്യൻ ഈ എന്താ പറയുക ഈ ഫ്യൂവൽ ട്രേഡേഴ്സിൻ്റെ പോർഷൻ ഓഫ് ട്രേഡ് അവർ ഇന്ത്യയായിട്ട് സെറ്റിൽ ചെയ്തത് സ്വിഫ്റ്റിൽ നിന്നും മാറ്റി നിർത്തി, US ഡോളേഴ്സിൽ നിന്നും മാറ്റി നിർത്തി റുപ്പിയിലാണ് ഇവർ ഒരു പോർഷൻ ട്രേഡ് ചെയ്തത്. ഈ റുപ്പി എന്ന് പറഞ്ഞാൽ അതായത് ഒരു സ്പെഷ്യൽ മെക്കാനിസം, അതായത് ഇന്ത്യൻ ബാങ്ക്സിൻ്റെ വോസ്ട്രോ അക്കൗണ്ട്സിലാണ് ആ പൈസ ആ ഡീല് നടത്തിയത്. അതായത് ഇന്ത്യയിൽ തന്നെ റുപ്പിയായിട്ട് തന്നെ ഈ കിട്ടിയ കാശ്, ഇന്ത്യയിൽ നിന്ന് കിട്ടിയ കാശ് റഷ്യൻ എക്സ്പോർട്ടേഴ്സ് ഇന്ത്യൻ ബാങ്കിലെ വോസ്ട്രോ അക്കൗണ്ട്സിൽ റുപ്പിയായിട്ട് തന്നെ കീപ്പ് ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഇവർക്ക് പെട്ടെന്ന് ഇവർക്ക് ഈ റുപ്പിയെ റൂബിളിൽ കൺവേർട്ട് ചെയ്യാനോ ഡോളറിൽ കൺവേർട്ട് ചെയ്യാനോ പൗണ്ടിൽ കൺവേർട്ട് ചെയ്യാനോ പറ്റില്ല. അതുമാത്രമല്ല അവരുടെ ഗ്ലോബൽ ട്രേഡിനോ ഡൊമസ്റ്റിക് യൂസിനോ ഇവർക്ക് ചെയ്യാൻ പറ്റില്ല. കാര്യം എന്താ? റഷ്യയ്ക്ക് സാങ്ഷൻസ് വന്നു പോയി. അത് കാരണം റുപ്പിയിൽ തന്നെ കീപ്പ് ചെയ്യാൻ നിർബന്ധിതരാകുന്നു. അപ്പോൾ എന്ത് ചെയ്യും? ആ പൈസ ഇന്ത്യയിൽ കിടക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ ഇന്ത്യയിൽ കുറഞ്ഞു വരുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളിൽ ബോണ്ട് ഈൽഡുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ റുപ്പി ഡിപ്രിഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതായത് ഇവർക്ക് ഇന്ത്യയിൽ നിന്നിട്ട് കിട്ടിയ പൈസ റുപ്പിയിൽ തന്നെ ഇന്ത്യൻ ബാങ്കിലെ വോസ്ട്രോൽ അക്കൗണ്ട്സിൽ കീപ്പ് ചെയ്യുന്നതുകൊണ്ട് റുപ്പി ഡിപ്രിഷിയേറ്റ് ചെയ്യുന്നത് കാരണം ഇവർക്കൊരു നഷ്ടമുണ്ടാവുന്നു എന്നുള്ളതാണ്. ഇപ്പോഴത്തെ ഏറ്റവും വലിയ രസകരമായിട്ടുള്ള കാര്യം, ഇന്ത്യയും റഷ്യയും തമ്മിൽ ഇപ്രാവശ്യത്തെ വ്ളാഡിമിർ പുടിനും മോഡിയും തമ്മിലുള്ള സംസാരത്തിൽ അവരൊരു പുതിയൊരു മെക്കാനിസം കൊണ്ടുവന്നു, സ്മാർട്ടായിട്ടുള്ള മെക്കാനിസം. ആ മെക്കാനിസം എന്താണ്? ആദ്യം തന്നെ RBIയുടെ ഒരു റെഗുലേഷൻ ചേഞ്ച് വന്നു. RBI റെഗുലേഷൻ വരുന്നതെന്ന് വെച്ചാൽ പല രാജ്യങ്ങളിൽ നിന്നുള്ള എൻറ്റിറ്റീസ് ഇന്ത്യയിൽ നിന്ന് റുപ്പിയായിട്ട് ഏൺ ചെയ്ത് കഴിഞ്ഞാൽ ആ പൈസ ഇന്ത്യയിൽ തന്നെ വയ്ക്കുകയാണെങ്കിൽ ആ പൈസ ഇന്ത്യൻ റുപ്പിയിലുള്ള ആ പൈസ ഉപയോഗിച്ച് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റുകളിലും ബോണ്ട് മാർക്കറ്റുകളിലും ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളൊരു റെഗുലേഷൻ ചേഞ്ച് RBI കൊണ്ടുവന്നു. അപ്പോൾ ഇപ്പോൾ റഷ്യ എന്ത് ചെയ്തു? റഷ്യയുടെ ലാർജസ്റ്റ് ബാങ്കായ SBER ബാങ്ക്, അങ്ങനെയാണ് അതിനെ പ്രൊനൗൺസ് ചെയ്യണമെന്നാണ് എൻ്റെ വിശ്വാസം, SBER ബാങ്ക് അവരെന്ന് വെച്ചാൽ ഒരു മ്യൂച്വൽ ഫണ്ട് പോലുള്ള ഒരു ETF കൊണ്ടുവന്നു. ആ ETF എന്ത് ചെയ്തു? ആ ETF ഇന്ത്യയിലെ നിഫ്റ്റിയുടെ 50 ആയിട്ട് ബെഞ്ച് മാർക്ക് ചെയ്ത് ഒരു ETF കൊണ്ടുവന്നു.
ഇനി എന്ത് ചെയ്യാം, റഷ്യൻ ട്രേഡേഴ്സിനും ഈ ETF ഇൻവെസ്റ്റ് ചെയ്ത് ഈ റുപ്പി ഉപയോഗിച്ച് ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത എന്താ, ഇന്ത്യൻ മാർക്കറ്റ് ഒരു ഹൈ ഗ്രോത്ത് മാർക്കറ്റാണ്. ഇവിടെ കിടന്ന് ഈ റുപ്പി ഡിപ്രീഷിയേറ്റ് ചെയ്യണതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ഈ പൈസയ്ക്ക് വരില്ല. ഈ പൈസ എടുത്ത് ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് റഷ്യൻ ട്രേഡേഴ്സിന് പ്രോഫിറ്റ് ഉണ്ടാക്കാം എന്നുള്ള രീതിയിലാണ്. അതായത് ദേ വിൽ ഗെറ്റ് ആക്സസ് ടു ഹൈ ഗ്രോത്ത് ഇന്ത്യൻ ഇക്വിറ്റി മാർക്കറ്റ്സ്. അതായത് ആ SBER ബാങ്കിൻ്റെ ETF ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതാണ് റഷ്യൻ ട്രേഡേഴ്സിന് കിട്ടുന്ന ബെനിഫിറ്റ്. ഇന്ത്യയെ സംബന്ധിച്ച് എന്താ ഗുണം, ഇന്ത്യയെ സംബന്ധിച്ച് വീണ്ടും പൈസ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വന്ന് സ്റ്റോക്ക് മാർക്കറ്റ് സ്റ്റെബിലൈസ് ചെയ്യാൻ സഹായിക്കുന്നു എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നുള്ള. അപ്പോൾ ഈ വക കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ അതിൽ ഞാൻ കാണുന്ന സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അതായത് റഷ്യൻ ട്രേഡേഴ്സിൻ്റെ ഇന്ത്യൻ ബാങ്കുകളിൽ കിടക്കുന്ന ഓയിൽ വിറ്റ ഇന്ത്യൻ റുപ്പി പൈസ അവിടെ കിടന്ന് ഡിപ്രിഷിയേറ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും അവർക്ക് ഈ SBER ഈ ബാങ്കിൻ്റെ ETF വഴി ഇന്ത്യൻ നിഫ്റ്റി 50 സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം. സോ ദേ ഗെറ്റ് എ ഹൈ ഗ്രോത്ത്. അത് മാത്രമല്ല ഇന്ത്യൻ മാർക്കറ്റിന് ഒരു സ്റ്റെബിലിറ്റിയും കിട്ടും. ഇതാണ് ഞാൻ കണ്ടതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇത് ഞാൻ ചേർത്ത് വായിക്കുന്നത് എന്താണ്, ലോകത്തുള്ള ഏഷ്യ പസഫിക് റീജിയനിലുള്ള ട്രേഡേഴ്സ് ആൻഡ് ബോറോവേഴ്സ് ഇപ്പോൾ കൂടുതലും നോൺ ഡോളറിലാണ്, പൗണ്ടിലാണ് അവർ ബോറോ ചെയ്യുന്നത് എന്നുള്ള. അപ്പോൾ സിസ്റ്റം ഈസ് സ്ലോലി disassociating with the dollars, but you cannot escape that. Dollar continues to remain the main currency, but ചെറിയ നീക്കങ്ങൾ അവിടെ ഇവിടെ നടക്കുന്നില്ല. but US dollars continues to be the most popular, most dependable and most safe medium of exchange as of now. ഇതിൻ്റെ 2 സ്കൂൾ ഓഫ് തോട്ട് ആൾക്കാരൊക്കെ പറയാമെങ്കിലും ഇന്നും ഡോളറിന് വിലയുണ്ട്. അത് മാറുകയില്ല എന്നുള്ളത് സ്പെക്കുലേഷൻ മാത്രമാണ് എന്നുള്ളതാണ്. പിന്നെ ഒരു ചെറിയ റിസ്ക് മാർക്കറ്റിലുള്ളത് ഈ ചൈനയും ജപ്പാനും തമ്മിലുള്ള ഒരു ഇഷ്യൂ ആണ്. ടായ്വാൻ്റെ പേരിലാണ് അവർ തമ്മിലുള്ളത്. ഇപ്പോൾ ഉള്ളൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അവർ എന്താ പറയുക, ഈ ചൈനീസ് ഫൈറ്റർ ജെറ്റ്സ് ഈ ജാപ്പനീസ് മിലിറ്ററി ജെറ്റ്സിനെ റഡാർ ലോക്ക് ചെയ്തു എന്നാണ് പറയുന്നത്. അത് വലിയൊരു കൺസേൺ ആയിട്ട് ജപ്പാൻ പറയുന്നുണ്ട്. അപ്പോൾ ചൈന പറയുന്നത് വെച്ചാൽ ഞങ്ങൾ തമ്മിലുള്ള ടെൻഷൻ നല്ല ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, ജപ്പാനും അത് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ആ സൗത്ത് പസഫിക് ഏഷ്യ ആ റീജിയനിൽ ചെറിയൊരു അൺസർട്ടനിറ്റി ഉണ്ട്. അത് എസ്കലേറ്റ് ചെയ്യാതിരുന്നാൽ വളരെ നല്ലത്. ചൈന വളരെ മൈറ്റിയാണ് ജപ്പാനെ വെച്ച് മിലിറ്ററി വെച്ച് നോക്കുമ്പോൾ എന്നാണ്. അതുകൊണ്ട് ഇത് വലിയ എസ്കലേറ്റ് ചെയ്ത് പോകാൻ സാധ്യതയില്ല. അതുമാത്രമല്ല ജപ്പാൻ പ്രൈം മിനിസ്റ്റർ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു GDP സ്റ്റിമുലസ് വേണം. അതായത് ഗ്രോത്ത് ഇല്ല എന്ന് പറയുന്ന രാജ്യമാണ്. they cannot afford to have a conflict with ചൈന എന്നുള്ളത്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു മസിൽ ഫ്ലെക്സിങ് തന്നെ ആയിരിക്കും എന്നുള്ളത്. റെസ്റ്റ് ഓഫ് ദ തിങ്സ് ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ നമുക്കറിയാലോ, ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചു. ഇന്ത്യയിൽ വീണ്ടും ഒരു ലോവർ ഇൻട്രസ്റ്റ് റേറ്റ് റെജീമിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു കൺസംഷൻ ബൂം തന്നെ ആയിരിക്കാം ഗവൺമെൻറ് എക്സ്പെക്ട് ചെയ്യുന്നത്. നമ്മുടെ GST2 എന്ന് പറയുന്നത് ഇവിടുത്തെ ഗുഡ്സിൻ്റെ 99% വിലയെ കുറച്ചു. ഇൻകം ടാക്സും ഏതാണ്ട് 12 ലക്ഷത്തിൽ താഴെ ആയി എന്നുള്ളത്. ഇതൊക്കെയാണ് അതിൻ്റെ അകത്തുള്ള പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി ഇപ്പോൾ ഉള്ള ഈ റുപ്പിയും ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റും ബോണ്ട് മാർക്കറ്റും ആയിരിക്കും നമുക്ക് വരുന്നത്. ബട്ട് നമ്മളെ പിന്നോട്ട് വലിക്കുന്ന നമ്മുടെ ഏറ്റവും വലിയ ഇഷ്യൂ ഈ പറയുന്ന പോലെ റുപ്പിയോ ഈ പറയുന്ന പോലെ GDP ഗ്രോത്ത് ഒന്നുമല്ല, നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ വാല്യുവേഷൻ തന്നെയാണ്. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ വാല്യുവേഷൻ ഈസ് നോട്ട് അട്രാക്റ്റീവ് compared to the other comparable AI investment opportunities in the US and globally. നമ്മുടെ ഇവിടെ ഗ്ലോബൽ മണിയെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലേക്കുള്ള സെക്ടേഴ്സ് ഇന്ത്യയിലില്ല. നമ്മുടെ ഇവിടെ പഴയ പോലെ തന്നെ വീണ്ടും PSU ബാങ്ക്സ്, ഓട്ടോമൊബൈൽസ്, പ്രൈവറ്റ് ബാങ്ക്സ്, ഓയിൽ ആൻഡ് ഗ്യാസ്, ഫാർമ എന്നുള്ള രീതിയിൽ തന്നെ നിൽക്കുന്നു. ഇന്ത്യൻ മാർക്കറ്റിന് പൈസ അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ചാം പോയി എന്നുള്ളതാണ്. എന്നാൽ അതേപോലുള്ള ഉള്ള വാല്യുവേഷന് തന്നെ ഏർണിങ്സ് ക്യാച്ചപ്പ് ചെയ്തിട്ടില്ല. ഏതാണ്ട് 3 to 5% മാത്രമേ നിഫ്റ്റി 50യുടെ ഗ്രോത്തും വരുന്നുള്ളൂ. ദിസ് ഈസ് പുട്ടിംഗ് പ്രഷർ ഓൺ മണി വിച്ച് ഈസ് ടേക്കിംഗ് എ ഫ്ലൈറ്റ് ഫ്രം ഇന്ത്യ ടു US എന്നുള്ള രീതിയിൽ. അപ്പോൾ ഓൾറെഡി ഇക്വിറ്റി മാർക്കറ്റ്സിൽ ഫ്ലൈറ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് ഹാപ്പനിങ് ഫ്രം ഇന്ത്യ ടു അതർ പാർട്സ് ഓഫ് ദ വേൾഡ്, എസ്പെഷ്യലി US. ഇനി ബോണ്ട് മാർക്കറ്റിലും കൂടെ സംഭവിക്കുകയാണെങ്കിൽ വിൽ ഇറ്റ് പുട്ട് പ്രഷർ ഓൺ ദ റുപ്പി അഗെയിൻ. അതാണ് ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഇപ്പോൾ മാക്രോ എക്കണോമിക് സെറ്റപ്പ് എന്ന് പറയുന്നത്. നമുക്കിനി വരും ദിവസങ്ങളിൽ ഈ Indo-US ട്രേഡ് ഡീലായിരിക്കാം നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്നത്. പിന്നെ US-ലെ ഫെഡ് റേറ്റ് കട്ടും ഈസ് ഗുഡ് ഫോർ എമർജിംഗ് മാർക്കറ്റ്സ് ബിക്കോസ് മോർ മണി വിൽ ചേസ് ഹൈ റിസ്ക് അസറ്റ്സ് എന്നുള്ളത്. അപ്പോൾ അതിന് ഇക്വലൻ്റ് ആയിട്ട് അതിന് സൈമിൾട്ടേനിയസ് ആയിട്ട് ഇവിടെ Indo-US ട്രേഡിലും കൂടെ നടക്കുകയാണെങ്കിൽ ഒരു സെൻറ്റിമെൻറ്റ് ബൂസ്റ്റ് ഇന്ത്യൻ മാർക്കറ്റിന് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. സർ, അടുത്തായിട്ട് നമുക്ക് കടക്കാനായിട്ടുള്ള നമ്മുടെ ഒരു സ്പോട്ട്ലൈറ്റ് ബിസിനസ്സിലാണ് ഇന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവയ്ക്കാനായിട്ടുള്ള ഒരു സ്പോട്ട്ലൈറ്റ് ബിസിനസ് ഏതാണ്? നിഖിൽ, ഞാനിന്ന് അവതരിപ്പിക്കാൻ പോകുന്ന സ്പോട്ട്ലൈറ്റ് ബിസിനസ് എന്ന് പറയുന്നത് യൂണിക് ബിസിനസ് ഒന്നുമല്ല. ഇതിനകത്ത് ഒരു 1000 കോമ്പറ്റീറ്റേഴ്സ് ഉള്ളൊരു ബിസിനസ് തന്നെയാണ് എന്നുള്ളത്. ഞാൻ ഈ
കമ്പനിയുടെ ബിസിനസ്സിനെ ഒന്ന് പരിചയപ്പെടുത്തുന്നത് മാത്രം. ഇതിൻ്റെ വാല്യുവേഷൻ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടോ ഒരിക്കലും കൺസിഡർ ചെയ്യരുതെന്നുള്ളത് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. അതായത് ജനങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ബിസിനസ്സിനെ മനസ്സിലാക്കേണ്ടത്, അത് ട്രേഡിംഗ് മാത്രമല്ലല്ലോ, ഒരു ബിസിനസ്സിന്റെ ഉൾക്കാഴ്ചയും കൂടെ അറിഞ്ഞിരിക്കണം എന്നുള്ള രീതിയിലാണ്. ഞാൻ ഈ പറയാൻ പോകുന്ന ഇന്നത്തെ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒരു NBFC ബിസിനസ്സാണ്. ഈ NBFC എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, NBFC എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു? NBFC പല സോഴ്സുകളിൽ നിന്നും പൈസ എടുക്കുന്നു, എന്നിട്ട് അത് ലെൻഡേഴ്സിന് കൊടുക്കുന്നു. ആ ലെൻഡേഴ്സിന്റെ കയ്യിൽ നിന്ന് ഇൻട്രസ്റ്റ് മേടിക്കുന്നു. ആ ഇൻട്രസ്റ്റിന്റെ ഒരു പോർഷൻ എവിടെ നിന്നാണോ എടുത്തത് അവിടെ തിരിച്ചടയ്ക്കുന്നു, ബാക്കിയുള്ള കാശ് ഇവരെടുക്കുന്നു. അതാണല്ലോ. അപ്പോൾ പല രീതിയിലാണ് NBFCs പൈസ റേസ് ചെയ്യുന്നത്. എവിടെ നിന്നൊക്കെയാണ്? ബാങ്കുകളിൽ നിന്ന് പൈസ റേസ് ചെയ്യും, NCDകൾ നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സിൽ നിന്ന് പൈസ റേസ് ചെയ്തും, ഇൻസ്റ്റിറ്റ്യൂഷണൽ ലോൺസ് റേസ് ചെയ്യും. ഇൻസ്റ്റിറ്റ്യൂഷണൽ ലോൺസ് എന്ന് പറയുമ്പോൾ നബാർഡ്, സിഡ്ബി പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നും പൈസ റേസ് ചെയ്യും. അതുമാത്രമല്ല സെല്ലിംഗ് ഓഫ് എക്സിസ്റ്റിംഗ് ലോൺസ്, അതായത് സെക്യൂരിറ്റൈസ് ചെയ്തിട്ട് വിറ്റിട്ടും പൈസ റേസ് ചെയ്യും, ഇക്വിറ്റി റേസ് ചെയ്യും. ഇങ്ങനെയൊക്കെയാണ് ഒരു NBFC കടം കൊടുക്കാനായിട്ട് പൈസ കണ്ടെത്തുന്നത്. അപ്പം നമ്മൾ ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്ന ബിസിനസ് ഒരു NBFC ബിസിനസ് തന്നെയാണ്. എന്നാൽ ഇവർക്ക് 0 NPA ആണെന്നുള്ള. 0 NPA എന്തുകൊണ്ട് വന്നു എന്നുള്ളതാണ് നമ്മൾ ഇന്ന് സ്പോട്ട്ലൈറ്റിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത്. 0 NPA എന്ന് പറയുന്നത് അവരുടെ ബാലൻസ് ഷീറ്റ് നോക്കിയാലും അതിനകത്ത് NPA കാണാനില്ല, അവരുടെ ഇൻവെസ്റ്റർ പ്രസന്റേഷൻ നോക്കിയാലും ഇല്ല, അവർ ഏർണിംഗ്സ് കോൾ ട്രാൻസ്ക്രിപ്റ്റിലും കമ്പനി മാനേജ്മെന്റ് ക്ലിയർ ആയിട്ട് പറയുന്നു ഞങ്ങൾക്ക് NPA ഇല്ല. അതുപോലെ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസുടെ റിപ്പോർട്ട് ഈ കമ്പനിയെ കുറിച്ചുള്ളതിലും 0 NPA ആണെന്ന് പറയുന്നത് കൊണ്ടാണ് നമ്മൾ ഇതിന്റെ പ്രത്യേകത ഒന്ന് പഠിക്കാമെന്ന് തീരുമാനിച്ചത്. ഇവരെന്താ ചെയ്യുന്നത്? ഇവർ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഫണ്ടിങ് ആണ് ഇവർ ചെയ്യുന്നത്. എന്താ? സപ്ലൈ ചെയിൻ ഫണ്ടിങ്. സപ്ലൈ ചെയിൻ ഫണ്ടിങ് എന്ന് വെച്ചാൽ എന്താണ് എന്നുള്ളത് ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് പറയാം. ഇമാജിൻ ഇന്ത്യയിൽ ഒരു വലിയൊരു ടോയ് മാനുഫാക്ചറിങ് കമ്പനി ഉണ്ട് വിചാരിക്കുക. ഒരു ഫാക്ടറി എല്ലാം കൂടെ ചേർത്ത് വലിയൊരു കമ്പനിയുണ്ട്. സാധാരണ നമ്മുടെ ചുറ്റുവട്ടത്തും കാണുന്ന, നമ്മുടെ നെയ്ബർഹുഡിൽ കാണുന്ന ചെറിയ ചെറിയ ടോയ് ഷോപ്സ് അല്ലെങ്കിൽ റീറ്റെയിൽ കടകൾ ടോയ്സ് മേടിക്കുന്നത് ഈ ഫാക്ടറിയുടെ കയ്യിൽ നിന്നാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഫാക്ടറികൾ സപ്ലൈ ചെയ്യുന്നു, ഈ ഷോപ്പുകൾ മേടിച്ചുകൊണ്ടിരിക്കുന്നു. എപ്പോഴും ഷോപ്പുകൾ ചെറിയ ചെറിയ ക്വാണ്ടിറ്റിയാണ് ഈ ഫാക്ടറിയിൽ നിന്ന് മേടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ചില സമയത്ത് എന്തെങ്കിലും കാരണം കൊണ്ടാൽ, എന്തൊരു ഫെസ്റ്റിവൽ കൊണ്ടോ സീസണൽ ആറ്റിറ്റ്യൂഡ് കൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് വേറെ എന്ത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കൊണ്ടും അവർക്കൊരു വലിയൊരു ലോഡ് വേണം. അതായത് ഈ ഷോപ്പ് പറയുന്നത് ഞങ്ങൾക്ക് ഇത് വിറ്റ് തീർക്കാൻ പറ്റും, ഈ ഫാക്ടറി വലിയൊരു ലോഡ് തരണം. പക്ഷേ ഈ ചെറിയ കടക്കാരൻ, അതായത് ഈ ഷോപ്പ് ഓണർ പറയുന്നത് വെച്ചാൽ എനിക്ക് വലിയ ലോഡ് വേണം എന്നുള്ളത് സത്യം തന്നെയാണ്, പക്ഷേ എനിക്ക് അത് ഫണ്ട് ചെയ്യാനായിട്ടുള്ള കാശില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത് എന്നുള്ള. അപ്പോൾ അങ്ങനെയുള്ള അറേഞ്ച്മെന്റിന് ഈ വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഈ ഫാക്ടറിയുടെ കയ്യിൽ നിന്ന് ടോയ്സ് താൽക്കാലികമായിട്ട് ആ ഒരു കൺസൈൻമെന്റ് മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫിനാൻസ് ചെയ്യുന്നതിനാണ് ഈ സപ്ലൈ ചെയിൻ ഫിനാൻസിങ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? അതായത് ബോറോവറിന്റെ കയ്യിൽ നിന്ന്, അതായത് ഈ NBFCയുടെ കയ്യിൽ നിന്ന് ഈ കടക്കാരൻ പൈസ മേടിക്കുന്നു, ഇൻട്രസ്റ്റിന് പൈസ മേടിക്കുന്നു, എന്നിട്ട് ആ പൈസ ഉപയോഗിച്ച് ഫാക്ടറിക്കാരുടെ കയ്യിൽ നിന്ന് ടോയ്സ് മേടിക്കുന്നു, ടോയ്സ് മേടിച്ചിട്ട് ജനങ്ങൾക്ക് വിൽക്കുന്നു. വിറ്റ കാശിൽ നിന്നും ഈ പറയുന്ന പോലെ പൈസയുടെ ആ ഇൻട്രസ്റ്റ് പ്രിൻസിപ്പളും തിരിച്ച് NBFCക്ക് പേ ചെയ്യുന്നു, ചെറിയൊരു പ്രോഫിറ്റ് എടുക്കുന്നു. ഇതാണ്, അതായത് ഈ വാല്യൂ ചെയിനിൽ എല്ലാവരും ബെനിഫിറ്റ് ചെയ്യുന്ന ഒരു ബിസിനസ് പ്രൊപ്പോസിഷനാണ് ഈ സപ്ലൈ ചെയിൻ ഫിനാൻസിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് സ്പോട്ട്ലൈറ്റ് അവതരിപ്പിക്കാൻ പോകുന്ന കമ്പനി അല്ലെങ്കിൽ NBFC സപ്ലൈ ചെയിൻ ഫിനാൻസിങ്ങിൽ തന്നെ ഉള്ളതാണ്. ഏതാണ്ട് 52,000 കോടി ഈ സപ്ലൈ ചെയിൻ ഫിനാൻസിങ്ങിന് ഇവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. ഈ കമ്പനിയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് ബിസിനസ് ആയിട്ട് നമ്മൾ അവതരിപ്പിക്കുന്നത്. ഈ കമ്പനിയുടെ പേരാണ് SG FinServ. S ഫോർ സിംഗപ്പൂർ, G ഫോർ ജർമ്മനി. SG FinServ എന്ന് പറയുന്ന കമ്പനി. ഇത് 1994 മൂങ്പ MOONGPA മൂങ്പ സെക്യൂരിറ്റീസ് ലിമിറ്റഡ് എന്നുള്ള പേരിലാണ് 1994 എസ്റ്റാബ്ലിഷ് ചെയ്തത്. 2021 2 ചെറുപ്പക്കാരെ ഈ കമ്പനിയെ എടുത്തു എന്നുള്ളതാണ്. അതായത് മെജോറിറ്റി സ്റ്റേക്ക് മൂങ്പ സെക്യൂരിറ്റീസിൽ എടുത്തു. അവരുടെ പേരാണ് രോഹൻ ഗുപ്ത, രാഹുൽ ഗുപ്ത. രോഹൻ ഗുപ്ത എന്ന് പറയുന്നത് മാർജി, രാഹുൽ ഗുപ്ത എന്ന് പറയുന്നത് മാർജി. എന്നിട്ടും കമ്പനിക്ക് എന്തുകൊണ്ട് SG എന്നുള്ള പേര് വന്നു, SG FinServ എന്നുള്ള പേര് വന്നു. അതാണ് അതിന്റെ രസം. അതെന്ന് വെച്ചാൽ SG എന്ന് പറയുന്നത് പ്രോബബ്ലി സഞ്ജയ് ഗുപ്ത ആയിരിക്കും. സഞ്ജയ് ഗുപ്ത ആരാ? ഈ രോഹന്റെയും ഈ രാഹുലിന്റെയും ഫാദർ. സഞ്ജയ് ഗുപ്തയെ നമുക്കറിയാം. നമുക്ക് ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കമ്പനിയുണ്ട്, APL അപ്പോളോ ട്യൂബ്സ് എന്ന് പറഞ്ഞൊരു ലിസ്റ്റഡ് കമ്പനിയുണ്ട്. ആ APL അപ്പോളോ ട്യൂബ്സിന്റെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറാണ് സഞ്ജയ് ഗുപ്ത, അതായത് രോഹന്റെയും രാഹുലിന്റെയും ഫാദർ. അപ്പോൾ നമുക്കറിയാലോ ഈ സപ്ലൈ ചെയിൻ ഫിനാൻസിങ് എന്ന് പറയുന്നത് ഒരുമാതിരി പല ബാങ്കുകൾ, NBFC, പ്രൈവറ്റ് ഫിനാൻഷ്യൽസ്, ഇപ്പോൾ ഫിൻടെക് കമ്പനികളും കൂടെ സപ്ലൈ ചെയിൻ മാനേജ്മെന്റിലേക്ക് വന്നു എന്നുള്ള. അപ്പോൾ ഇതിനകത്ത് എന്താണ് ഈ SG FinServന്റെ പ്രത്യേകത? എന്തുകൊണ്ടാണ് SG FinServന് ഈ 0 NPA വരുന്നത്? ഇപ്പോൾ SG FinServ പറയുന്നത് വെച്ചാൽ ഈ ഷോപ്പ് ഓണറും ഈ ഫാക്ടറിയുടെ ഇടയിലേക്ക് SG FinServ വരും.
എന്നിട്ട് SG ഫിൻസർവ് രണ്ടുപേരെടുത്ത് സംസാരിക്കുന്നു, രണ്ടുപേരുടെ ബാലൻസ് ഷീറ്റും ഫിനാൻഷ്യൽ പൊസിഷനും അവർക്ക് ഡെപ്റ്റ് റീപേയ്മെന്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഒക്കെ പഠിച്ചിട്ട് പറയുന്നു, നിങ്ങൾ ഓർഡർ കൊടുക്കുക ഫാക്ടറി അതിനനുസരിച്ച് സപ്ലൈ ചെയ്യും, പേയ്മെന്റ് ഞങ്ങൾ ചെയ്യും എന്നുള്ള രീതിയിൽ. അതായത് ഇതിനൊരു എറർ വരാനുള്ള ചാൻസ് ഇല്ല. അതായത് കൺസൈൻമെന്റ് എഗെയിൻസ്റ്റ് ആയിട്ട് പേ ചെയ്യുന്നു. അത് മാത്രമല്ല, പേ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഫാക്ടറി പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ഇത് കൊടുക്കത്തില്ല, അതായത് ആ ഇൻവെന്ററി കൊടുക്കത്തില്ല എന്നുള്ള, സപ്ലൈ ചെയ്യത്തില്ല എന്നുള്ള. അപ്പൊ ഏതാണ്ട് ഒരു ഫുൾ പ്രൂഫ് സിസ്റ്റത്തിലാണ് SG ഫിൻസർവ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ NPA, അതായത് ഈ സ്റ്റോപ്പ് സപ്ലൈ ക്ലോസ്, ഈ സ്റ്റോപ്പ് സപ്ലൈ, അതായത് പൈസ തരാതെ നിങ്ങൾ സപ്ലൈ കൊടുക്കണ്ട, പൈസ എൻഷുർ ചെയ്തിട്ട് സപ്ലൈ കൊടുത്താൽ മതി എന്നുള്ളത് ഫാക്ടറിക്കാരനോടുകൂടി SG ഫിൻസർവ് സംസാരിച്ച് വെക്കുന്നു. പിന്നെ മറ്റവനെയും ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത്, ഷോപ്പ് ഓണറിനെ ഇവാലുവേറ്റ് ചെയ്ത്, അങ്ങനത്തെ ഒരു ഫെയിൽ പ്രൂഫ് മെക്കാനിസം ആയിട്ടാണ് ഇതിനെ പറയുന്നത് എന്നുള്ളത്. അപ്പൊ അതിനെ നമ്മൾ പറയുന്നത് സ്റ്റോപ്പ് സപ്ലൈ ക്ലോസ് എന്നുള്ള രീതിയിലാണ്. അപ്പൊ ഇത് കാരണം തന്നെ ഇവർക്കൊരു 0 NPA മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയെന്നുള്ള. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ, ഒരു സപ്ലൈ ചെയിൻ ഫിനാൻസിങ് ചെയ്യുമ്പോൾ ഓവർ ഡ്രാഫ്റ്റിനേക്കാളും നല്ലത്. ഈ ഓവർ ഡ്രാഫ്റ്റ് നമ്മൾ ഈ ഷോപ്പ് ഓണറിന് കൊടുക്കുമ്പോൾ ഈ ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് ഒരു ഓപ്പൺ എൻഡഡ് സിസ്റ്റമാണ്. അതായത് ഈ ഷോപ്പ് ഉടമസ്ഥൻ ഈ പൈസ എടുത്തിട്ട് വേണമെങ്കിൽ വേറെ കാര്യങ്ങൾക്ക് ഡൈവേർട്ട് ചെയ്യാൻ പറ്റും. എന്നാൽ ഈ സപ്ലൈ ചെയിൻ ഫിനാൻസിങ് എന്ന് പറയുമ്പോൾ ഓവർ ഡ്രാഫ്റ്റ് പോലെയല്ല, ക്ലോസ് എൻഡഡ് ആയിട്ടുള്ള സ്കീമാണ്. അതായത് ഇത് സപ്ലയറും ബയറും തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റിന്റെ ഇടയിൽ നിന്ന് ചെയ്യുന്നതുകൊണ്ട് ഇതിനകത്ത് ഫെയിലൂർ എന്നുള്ള കാര്യം വളരെ കുറവാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഈ SG ഫിൻസർവ് എന്ന് പറയുന്ന കമ്പനിയുടെ ഈ APL അപ്പോളോ ട്യൂബ്സ് നമ്മൾ പറഞ്ഞല്ലോ, നേരത്തെ സഞ്ജയ് ഗുപ്ത പറഞ്ഞല്ലോ. അപ്പോൾ ഇവര് APL അപ്പോളോ ട്യൂബ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ നമ്പർ 1 സ്ട്രക്ചറൽ സ്റ്റീൽ ട്യൂബ് മാനുഫാക്ചറിങ് കമ്പനിയാണെന്നുള്ള കാര്യം, 20,000 കോടിയുടെ കമ്പനിയാണെന്നുള്ള. അപ്പോൾ ഇവരുടെ ഒരു ബാക്കിംഗ് ആണ് ഈ SG ഫിൻസർവിനുള്ളത്. അപ്പോൾ SG ഫിൻസർവിന് APL അപ്പോളോ ട്യൂബ്സ് പോലുള്ള ഒരു വലിയ കമ്പനി പ്രൊമോട്ടറായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ സപ്പോർട്ട് കൊടുക്കുമ്പോൾ ഈ SG ഫിൻസർവിന് വളരെ ചീപ്പ് ലോൺ, കാര്യം ഗ്യാരണ്ടർ നിൽക്കുകയാണല്ലോ, സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്യാരണ്ടർ നിൽക്കുകയാണെങ്കിൽ ലോ കോസ്റ്റ് ഫണ്ട് കിട്ടും. പിന്നെ അത് മാത്രമല്ല, ഈ APLന്റെ കോർപ്പറേറ്റ് ഗവർണൻസ് ഒക്കെ വളരെ നന്നായതുകൊണ്ടും, അത് മാത്രമല്ല ഈ APL അപ്പോളോന്റെ പ്രൊമോട്ടേഴ്സിന് എപ്പോൾ വേണമെങ്കിലും പൈസ ഇതിനകത്ത് ഇടാന്നുള്ളതുകൊണ്ടും ഇവർക്ക് നല്ല ബന്ധമാണ് മറ്റുള്ള സോഴ്സിൽ നിന്നും. അതുകൊണ്ട് ചീപ്പ് സോഴ്സ് ഓഫ് പൈസയും കൂടി ഇവർക്ക് കിട്ടും എന്നുള്ളത് അവർക്ക്. ആ ക്രെഡിബിലിറ്റി APL അപ്പോളോ SG ഫിൻസർവിന് താങ്ങായി വരുന്നു എന്നുള്ളതാണ് അതിനുള്ള പ്രത്യേകത. ഈ SG ഫിൻസർവ് ചിലപ്പോൾ തുടങ്ങാൻ കാര്യം വെച്ചാൽ ഈ APL അപ്പോളോ ട്യൂബിന് തന്നെ ഓൾ ഇന്ത്യ ലെവലിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്. ഈ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് APL അപ്പോളോന്റെ നിന്ന് സാധനങ്ങൾ മേടിക്കണം. അതിന്റെ സപ്ലൈ ചെയിൻ ഫിനാൻസിന് വേണ്ടിയിട്ടാണ് ആദ്യം SG ഫിൻസർവ് കൊണ്ടുവന്നത്. അപ്പൊ SG ഫിൻസർവിന്റെ ആദ്യത്തെ ആങ്കർ ഇൻവെസ്റ്റർ എന്ന് പറയുന്നത് APL അപ്പോളോ തന്നെയാണ്. അതായത് ആങ്കർ ക്ലയന്റ് എന്ന് പറഞ്ഞാൽ APL അപ്പോളോ ട്യൂബും APL അപ്പോളോന്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സും ആണ് എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ബട്ട് പിന്നെ അങ്ങോട്ട് ഒരുപാട് ആങ്കർ ആയിട്ടുള്ള ക്ലയൻസിനെ കിട്ടി എന്നുള്ള, അതായത് ഇവർക്ക് 60% എക്സ്പോഷറും 60% എക്സ്പോഷർ ആണെന്ന് തോന്നുന്നു ഈ ബിൽഡിംഗ് മെറ്റീരിയൽ കമ്പനികളായിട്ട് ആങ്കർ ഇൻവെസ്റ്റേഴ്സ് ഇവർക്ക് കിട്ടിയെന്നുള്ള. അതായത് APL അപ്പോളോ നമ്മളിപ്പോൾ പറഞ്ഞു, പോളിക്യാബ് ഇന്ത്യ, സെയിന്റ് ഗോബൈൻ, കജാറിയ, ടാറ്റ സ്റ്റീൽ. അതായത് ടാറ്റ സ്റ്റീലിന്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് കൊടുക്കുന്ന ആ സിസ്റ്റം ഫണ്ട് ചെയ്യുന്നത് ഇവരാണ് എന്നുള്ള. അതുപോലെ ഓട്ടോമൊബൈൽ സെഗ്മെന്റ് തന്നെ ഏതാണ്ട് 20% SG ഫിൻസർവിന് ആ ഓട്ടോമൊബൈൽ സെക്ടറിൽ എക്സ്പോഷർ ഉണ്ട്. ടാറ്റ മോട്ടോഴ്സ്, M&M, അശോക് ലേലാൻഡ് പോരെ. അപ്പൊ അവരെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് പൈസ കൊടുക്കാന്നില്ല. പിന്നെ IT പെരിഫറൽസിന് കൊടുക്കുന്നുണ്ട്. അതായത് റെഡിങ്ടൺ, ഇൻഗ്രാം മൈക്രോടെക്, ഓപ്പോ, അതും ഏതാണ്ട് 26% ഓഫ് റവന്യൂ എന്നുള്ള. ഇപ്പൊ ഇവരുടെ ആങ്കർ ക്ലയൻസ് ഏതാണ്ട് 48 എന്നുള്ള. ഇവർക്ക് നല്ലൊരു ടെക്നോളജിക്കൽ പ്ലാറ്റ്ഫോം ഉണ്ട്, SAP ഉണ്ട്, ERP സിസ്റ്റം ഉണ്ട്, ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഉണ്ട്, ഡിജിറ്റൽ ഓൺ ബോർഡിംഗ് ഉണ്ട്. അങ്ങനെ നല്ല രീതിയിൽ SG ഫിൻസർ ഒരു പുതിയ ഫിൻടെക് ആയിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. ഇവരുടെ മാർച്ച് 2023 അസറ്റ്സ് അണ്ടർ മാനേജ്മെന്റ് നോക്കുകയാണെങ്കിൽ 975 ക്രോസ് 2025 ആയപ്പോഴത്തേക്കും 2326 കോടിയായി ഇവരുടെ അസറ്റ്സ് അണ്ടർ മാനേജ്മെന്റ് എന്നുള്ള. സെപ്റ്റംബർ 2025 മാത്രം എനിക്ക് തോന്നുന്നു 2878 ക്രോസ് ആയി എന്നുള്ള. അതായത് 2300 നിന്ന് 2800 ആയി എന്നുള്ള. ഇവരുടെ കമ്പനി ടാർഗറ്റ് ചെയ്യണത് മാർച്ച് 2026 ആകുമ്പോഴത്തേക്കും AUM 3500 കോടിയാക്കുകയും മാർച്ച് 2027 6000 കോടി ആക്കുക എന്നുള്ളതാണ് കമ്പനിയുടെ ഒരു ഇത്. അവർക്ക് ഈ 48 ആങ്കർ ക്ലയൻസിന്റെ നിന്ന് ഏതാണ്ട് 6000 കോടിയുടെ കമ്മിറ്റ്മെന്റ് കിട്ടി. അതുകൊണ്ടാണ് മാർച്ച് 2027 കൂടി 6000 കോടി AUMലേക്ക് മാറും എന്ന് പറഞ്ഞത്. എന്നാൽ ഇവിടെ അടുത്ത കാലത്ത് ഒരു നെഗറ്റീവ് ഈ കമ്പനിയിൽ നടത്തിയിട്ടുണ്ട്. ഒന്ന്, അവരുടെ CFO, CEO, COO 3 പേര് റിസൈൻ ചെയ്തു. അത് മാത്രമല്ല, കോ ഇൻസിഡൻസ് എന്നുള്ള പോലെ
അവരുടെ ഇന്റേണൽ ഓഡിറ്റേഴ്സും റിസൈൻ ചെയ്തു എന്നുള്ളതാണ്. പക്ഷെ കമ്പനി പറയുന്നത് ഇതൊക്കെ കോയിൻസിഡൻസ് ആണ് എന്നുള്ളതാണ്. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു നെഗറ്റീവ് ന്യൂസ് മാത്രമല്ല, അടുത്ത കാലത്തായിട്ട് കമ്പനി ഇവരെ ടാർജറ്റ് AUM ഉണ്ടല്ലോ ഒന്ന് കുറച്ചും വളരെ റീസെന്റ് കൊണ്ടുവന്നു എന്നുള്ള. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളൊക്കെ ഏതാണ്ട് നെഗറ്റീവായി. അത് മാത്രമല്ല, നല്ല ഒരു ഡിസ്കൗണ്ട് ടാറ്റ മോട്ടോഴ്സിനെയും M&Mനെയും ക്ലയന്റിനായിട്ട് കിട്ടാൻ വേണ്ടി ആ ഈൽഡ് ഒന്ന് കുറച്ച് കൊടുത്തു. കാരണം ഇവരുടെ ടോട്ടൽ ഈൽഡ് 12 നിന്ന് 11 കുറഞ്ഞു എന്നുള്ള. ഇവരുടെ ROE എന്ന് പറഞ്ഞാൽ ഫോർവേഡ് ROE 10.7 ആണ്. FY27 ടാർജറ്റ് 15 to 18 ആവുന്നതാണ്. ഇതിന്റെ CMP 410 രൂപയാണ്. മാർക്കറ്റ് ക്യാപ്പ് 2290 കോടിയാണെന്നുള്ള. ഇത് ഞാൻ ഇവിടെ അവതരിപ്പിച്ച് സപ്ലൈ ചെയിൻ ഫിനാൻസിങ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഒരു റെക്കമെൻഡേഷനോ അഡ്വൈസോ സോളിസിറ്റേഷനോ ആയിട്ടോ നിങ്ങൾ ആരും കൺസിഡർ ചെയ്തത് അക്കാഡമിക് പർപ്പസിന് വേണ്ടി മാത്രമാണ്. SG ഫിൻസർവ് ഞാനോ നിഖിലോ ഞങ്ങളുടെ ഇമീഡിയറ്റ് ബ്ലഡ് റിലേറ്റീവ്സോ SG ഫിൻസർവ് ഹോൾഡ് ചെയ്യുന്നില്ല എന്നുള്ള പേഴ്സണൽ ഡിസ്ക്ലോഷർ തരുന്നു. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് ഒരു സെബി രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറിനെയോ അല്ലെങ്കിൽ സെബി അവരുടെ നിരീക്ഷണത്തിലോ ശിക്ഷണത്തിലോ മാത്രം ചെയ്യുക. വോട്ട് ചെയ്യൂ നിഖിൽ. ഇത്രയും കാര്യങ്ങളാണ് ഈ ഓപ്പണിംഗ് അവേഴ്സിൻ്റെ സെഷനിൽ നമുക്ക് പങ്കുവയ്ക്കാനായിട്ടുള്ളത്. നാളെ രാവിലെ ഓപ്പണിംഗ് അവേഴ്സിൽ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം. Opening hours with my view.